വിദ്യാധിരാജായ നമ. ഓം ഗുരുഭ്യോ നമ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമ പൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. 18ാമത്തെ ശ്ലോകം. ദുർദൈവം നിർദയം ഹന്തതിരഭസവഹത്സ്വർണദീ നിർഹസത് പ്രാഗ്ദൃഗ്വൃത്തിഗ്രാസയോഗ്യസ്ഫുരിതതനുരയം വൈക്യദേശാശ്രയോ നഃ യച്ചിത് സൗരാതപേലീയതൈവ നിഖിലക്ഷേത്രി ഖദ്യോദീപ്തി സ്മാരജ്യോതി സ്വഭാവേ അചലദുഹൃദൃ ദൃഗ്ഇന്ദിരാവാസപദ്മേ. ദുർദൈവം നിർദയം ഹന്ത്വതിരഭസവഹത് സ്വർണ്ണദീ നിർഹസത് പ്രാഗ് ദൃഗ്വൃത്തിഗ്രാസയോഗ്യസ്ഫുരിതതനുരയം വൈക്കദേശാശ്രയോ നഃ യച്ചിത് സൗരാതപേ ലീയതൈവ നിഖിലക്ഷേത്രി ഖദ്യോദീപ്തി സ്ഫാരജ്യോതിസ്വഭാവോ അചലദുഹിതൃദൃക് ഇന്ദിരാവാസപത്മേ. ദുർദൈവം നിർദയം ഹന്തു അതിരഭസവഹത് സ്വർണദീ നിർഹസത് പ്രാഗ് ദൃഗ്വൃത്തിഗ്രാസയോഗ്യസ്ഫുരിതതനുഃ അയം വൈക്കദേശാശ്രയഃ നഃ യച്ചിത്സൗരാതപേ ലീയതേ ഇവ നിഖിലക്ഷേത്രി ഖദ്യോദീപ്തി സ്ഫാരജ്യോതിസ്വഭാവഃ അചലദുഹിതൃദൃക് ഇന്ദിരാവാസപത്മേ എന്നതിൻ്റെ സന്ധിച്ഛേദം. നിർദയം നഹ ദുർദൈവം നിർദയം ഹന്തു എന്നാണ്. നമ്മുടെ ദുർദൈവത്തെ, ദുർദൈവം എന്ന് പറയുമ്പോൾ ദൈവ ദുർവിഭാഗം, ദൈവം എന്നുള്ളതിന് ഭാഗ്യം, അത് ദുർദൈവം എന്ന് പറയുമ്പോഴും ദൗർഭാഗ്യം, ദൗർഭാഗ്യ വിലസിതം ഒക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ ദൗർഭാഗ്യം കൊണ്ട്, ഭാഗ്യദോഷം കൊണ്ട് നമുക്ക് വന്നു ചേരുന്ന അവസ്ഥാവിശേഷങ്ങളെയൊക്കെ നിർദയം ഹന്തു, നിർദയമായി ദയാവിരഹിതമായിട്ട് യാതൊരു ദയ്യം കൂടാതെ അതിനെ ഹനിക്കട്ടെ. ഹന്തു എന്ന് കാണുമ്പോൾ പെട്ടെന്ന് അത് ബഹുവചനമല്ലേ എന്ന് തോന്നാം. പക്ഷെ അത് ബഹുവചനമല്ല, ഏകവചനം തന്നെയാണ്. കർത്താവ് ഏകവചനത്തിൽ തന്നെയാണ്. അതായത് ഹന്തു എന്ന് വരുമ്പോൾ ഹന്തു, ഹദാദ്, ഹദാം, ഘ്നന്തു എന്നാണ് ബഹുവചനത്തിൽ വരിക. പെട്ടെന്ന് അന്തു എന്ന് കാണുമ്പോഴേ ബഹുവചനമാണെന്ന് തോന്നാം. പക്ഷെ അത് ഇതിന്റെ ബഹുവചനം വരുമ്പോൾ ഘ്നന്തു എന്നാണ് വരിക. അപ്പൊ ഹനിക്കട്ടെ, എന്തിനെ ഹനിക്കട്ടെ എന്നാണ്? നമുക്ക് വന്നു ചേരുന്ന അഥവാ വന്നു ചേർന്നിട്ടുള്ള ദൗർഭാഗ്യ വിലസിതങ്ങളെ, ഭാഗ്യദോഷങ്ങളെയെല്ലാം നിർദയമായി ഹനിക്കട്ടെ ആ ദേവൻ എന്നാണ്. വൈക്കത്ത് കുടികൊള്ളുന്ന ആ ദേവൻ നമ്മുടെ ഭാഗ്യദോഷങ്ങളെ നിഹനിക്കട്ടെ എന്നാണ്. അപ്പോ ആ ദേവന്റെ വിശേഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രാക്ക്, പ്രാക്ക് എന്ന് പറഞ്ഞാൽ മുൻപ്, ഇംഗ്ലീഷിൽ പറയുന്ന പ്രീ ആണ് സംസ്കൃതത്തിൽ പ്രാക്ക് എന്ന് വരുന്നത്. മുമ്പിൽ തന്നെ, മുൻപായി തന്നെ. അതിരഭസവഹത് സ്വർണദീ നിർഹസത് ദൃഗ്വൃത്തിഗ്രാസയോഗ്യ സ്ഫുരിതതനുഃ വൈക്കദേശാശ്രയഃ അചലദുഹിതൃദൃക് ഇന്ദിരാവാസപത്മേ
സ്ഫാരജ്യോതി സ്വഭാവേ യച്ചിത് സൗരവേ നിഖില ക്ഷേത്രി ഖദ്യോദീപ്തി ലീയതേ ഇവ അയം നഹ ദുർദൈവം നിർദയം ഹന്തു. അയം അയം ആ ദേവൻ, അങ്ങനെയുള്ള ആ ദേവൻ നഹ നമ്മുടെ ദുർദൈവത്തെ നിഹനിക്കട്ടെ. ഈ ദേവൻ എവിടെയുള്ളതാണ്? വൈക്കദേശ ആശ്രയ. വൈക്കദേശത്തുള്ള ദേവൻ എന്നല്ല, വൈക്കദേശത്തെ ആശ്രയിക്കുന്ന ദേവൻ. അല്ലാണ്ട് ഈ ദേവൻ വൈക്കത്താണ് ഇരിക്കുന്നത്, നമ്മളൊക്കെ ദൂരെയാണല്ലോ എന്നൊന്നും ആരും വിചാരിക്കണ്ട. എവിടെ സവിശേഷ സാന്നിധ്യം ഉണ്ടായാലും ആ ദേവൻ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ദേവൻ തന്നെയാണ്. ശ്രീപരമേശ്വരനാണ് ഇത്. അപ്പൊ ശ്രീപരമേശ്വരൻ എങ്ങനെയുള്ള ദേവനാണ്? ശരിക്ക് ഈ ശ്രീപരമേശ്വരൻ നമ്മൾ പറയുന്നത് എന്താണ്? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. പക്ഷെ നമ്മൾ പലപ്പോഴും തെറ്റായ അർത്ഥത്തിലൊക്കെ നമ്മൾ അതിനെ പറയാറുണ്ട്. ദിഗംബരനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് നമ്മുടെ മനസ്സിനുള്ള അതിസങ്കുചിതമായിട്ടുള്ള ഒരു ദിഗംബരത്വം നമുക്കുണ്ട്. അത് നമ്മൾ പറയുന്നത് എന്താണ്? ദിക്കാകുന്ന അമ്പരത്തോട് കൂടിയവൻ. ദിക്കുകളാണ് അമ്പരം, വസ്ത്രം. വേറെ വസ്ത്രമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താണ്? വിവസ്ത്രരാണ്, വസ്ത്രമില്ലാത്തതാണ് എന്നാണ് നമ്മളൊക്കെ പറയാറ്. പക്ഷെ ഈ ദേവൻ ദിഗംബരനാണ് എന്ന് പറയുമ്പോൾ ദിക്കാകുന്ന അമ്പരത്തോട് കൂടിയവൻ. അമ്പരം വസ്ത്രം, കിടക്കുന്നത് അല്ലേ? നമ്മളൊക്കെ വസ്ത്രം ധരിച്ചിട്ടായിരിക്കുന്നത്. നമ്മുടെ ദേഹത്തിൽ ഒട്ടിച്ചേർന്നാണ് നമ്മുടെ വസ്ത്രം കിടക്കുന്നത്. അപ്പോ ദിക്കാകുന്ന അമ്പരത്തോട് കൂടിയ ദേവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആ ദേവന്റെ ദേഹം ദിക്കുകളോളം വ്യാപിച്ച് കിടക്കുന്നു. ദിക്കിന്റെ അന്തം എവിടെയാണ്? അവിടെയാണ് ആ ദേവന്റെ ദേഹം. അപ്പൊ ദിഗംബരൻ, അപ്പോ ദിക്കുകളോളം വ്യാപിച്ച് ഇരിക്കുന്ന ദേവൻ എന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ തൊടുപുഴയിൽ ഇരുന്ന് ഞാൻ നോക്കുമ്പോഴും എന്താണ്? ദൂരദേശങ്ങളിൽ വിദൂരദേശങ്ങളിൽ നിങ്ങൾ ഇരുന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ വ്യാപിച്ചാണ് ഇരിക്കുന്നത്. കാരണം ദിഗന്തം, ദിക്കിന്റെ അന്തം അല്ലേ? നമ്മൾ വിമാനത്തിൽ ഇരുന്നിട്ട് 6, 7, 10 മണിക്കൂർ യാത്ര ചെയ്തിട്ടും ദിക്കിന്റെ അന്തങ്ങളിൽ നമ്മൾ ആരും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ദേഹമാണ് ആ ദേവന്റെ അല്ലേ? അതാണ് ശുദ്ധ സ്ഫടിക സംകാശം. ശുദ്ധ സ്ഫടിക സംകാശം ആയിട്ട് എന്തായിരിക്കുന്നു? ദിക്കുകളോളം വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ് നമ്മൾ കാണാത്ത? ഇവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. വ്യാപിച്ചല്ലപ്പോ നമ്മൾ കാണാത്ത എന്തുകൊണ്ട്? ശുദ്ധ സ്ഫടിക സംകാശം, ശുദ്ധമായ സ്ഫടികം പോലെ ഇരിക്കുന്ന ദേഹമാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണാത്തത് അല്ലേ? ഇവിടെ നമ്മളിപ്പോ നമ്മുടെ മുമ്പില് നമ്മുടെ ഈ ഭിത്തിയുടെ അത്രയും വലുപ്പത്തില് സ്ഫടികം കൊണ്ട്, നല്ല ശുദ്ധമായ ഗ്ലാസ് കൊണ്ട് ഒരു സ്ക്രീൻ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് അതുമ്പോൾ മുട്ടും. കാരണം അവിടെ ഒരു ഗ്ലാസ് ഇരിക്കേണ്ടത് നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വൈക്കത്ത് സവിശേഷമായ സാന്നിധ്യം ഉണ്ട് എന്നേ അർത്ഥമുള്ളൂ. ദിഗംബരനായിരിക്കുന്ന ഈ ദേവൻ ദിഗന്തങ്ങളോളം വ്യാപിച്ച്, അതും ശുദ്ധ സ്ഫടിക സംകാശം ആയതുകൊണ്ട് നമുക്കിത് കാണാൻ നമ്മുടെ കണ്ണുകൾക്ക്, ബാഹ്യനേത്രങ്ങൾക്ക് കഴിവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അതെങ്ങനെയാണ്? ആ ദേവന്റെ ആ ഇരിപ്പിനൊരു സവിശേഷത. വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ദേവനാണ് അത്. സാധാരണഗതിയിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളോട് പറയുമ്പോൾ എങ്ങനെയാണ്? നല്ല നേരം നോക്കിയിട്ടാണ് നമ്മൾ പറയുക അല്ലേ? നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് ടൂറിന് പോകണമെന്നുണ്ട്, അച്ഛനോട് ചോദിച്ചാലേ കാശ് കിട്ടുള്ളൂ. ഇന്നത്തെ പോലെ നമുക്ക് എന്തുണ്ടായിട്ടില്ല, നമുക്ക് ഒരു സാമ്പത്തികമായ സ്വാതന്ത്ര്യം നമുക്ക് അന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അച്ഛനോട് വേണം പറയാനായിട്ട്. അമ്മോട് മെല്ലെ ഒന്ന് സൂചിപ്പിച്ച് നോക്കും. അമ്മയുടെ സാരി തുമ്പൊക്കെ പിടിച്ച് ഒളിച്ചു നിന്നിട്ടൊക്കെ മെല്ലെയൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ നോക്കും. അമ്മ പറഞ്ഞു, നിനക്ക് അച്ഛനോടാ പറഞ്ഞൂടെ എന്ന് ചോദിക്കും. അച്ഛനോട് പറയാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അച്ഛനെ കുറച്ചൊക്കെ പേടിയുള്ള കാലമാണ് അന്ന്. ഇന്നിപ്പോ അതൊന്നുമില്ല കുട്ടികൾക്ക്.
ആരും പേടിയില്ല. അച്ഛനെയും പേടിയില്ല, അമ്മയും പേടിയില്ല, അധ്യാപകരെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല, ലോകത്തിനെയും പേടിയില്ല. എന്താണ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞു, അപ്പൊ പോയിട്ട് കുളിമുറി പോയി വാതിലടച്ചു, അവസാനിപ്പിച്ചു, ജീവിതം തന്നെ അവസാനിപ്പിച്ചു. ഇതാണ് ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എന്താണ് ചെയ്യുന്നത്? നമ്മൾ മെല്ലെ പോയിട്ട് അച്ഛനോട് പറയുകയാണെങ്കിൽ തന്നെ അച്ഛൻ ഇത്തിരി ദേഷ്യപ്പെട്ടിരിക്കണ നേരത്താണെങ്കിൽ മിണ്ടുകയേ ഇല്ല, ആ ഭാഗത്തേ നിൽക്കില്ല. വളരെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെന്നിട്ട് അങ്ങോട്ട് പറയും. അപ്പൊ എന്താണ് കാര്യം നടക്കുന്നുള്ള കാര്യം ഓർമ്മ. പോണോ, ടൂർ പോണോ, ശരി പോയിക്കോട്ടെ, ഇപ്പൊ അച്ഛൻ്റെ കയ്യിൽ കാശില്ല, എന്നാലും അച്ഛൻ തരാം എന്ന് പറയും. അപ്പോ ആ സമയത്ത് ഉടൻ ചെയ്തു തരാൻ പറ്റില്ലെങ്കിൽ പോലും ചെയ്തു തരും നമ്മുടെ പിതാക്കന്മാർ പോലും. അപ്പോ എല്ലാ പിതാക്കന്മാർക്കും പിതാവായിരിക്കുന്ന ആ ദേവൻ വളരെ സുസംപ്രീതനായിരിക്കുന്ന സമയത്താണ്, ആ അവസ്ഥയിലാണ് അവിടുത്തെ പ്രതിഷ്ഠ, ഈ വൈക്കത്തെ പ്രതിഷ്ഠ. ഏറ്റുമാനൂരൊക്കെ നമ്മൾ പറയുമ്പോൾ ഏറ്റുമാനൂർ ഒരല്പം ഈർഷ്യയോട് കൂടിയിരിക്കുന്ന ദേവനാണ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? പ്രാക്ക് തൻ്റെ മുൻപിൽ അതിരഭസവഹത് സ്വർണദീ നിർഹസത് ദൃഗ്വൃത്തിഗ്രാസയോഗ്യ സ്ഫുരിതതനുഹു വൈക്കദേശാശ്രയ. വൈക്കദേശത്തെ ആശ്രയിച്ച് അവിടെ സവിശേഷമായ സാന്നിധ്യത്തോടു കൂടി സ്ഫുരിതതനുഹു, സ്ഫുരിതമായ, സ്ഫുരിക്കുന്ന, സ്ഫുരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശിക്കുക, പ്രകാശിക്കുന്നതായ തനുവോട് കൂടിയിരിക്കുന്ന ദേവൻ. ആ ദേവൻ തൻ്റെ തനുവിനെ, ശരീരത്തെ സ്ഫുരിപ്പിക്കുമ്പോൾ, പ്രകാശിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്കൊക്കെ കാണാൻ പറ്റുകയുള്ളൂ, അല്ലേ? കൃഷ്ണനാണെങ്കിൽ തന്നെ അർജുനന് തൻ്റെ ചതുർബാഹു രൂപം കാട്ടിക്കൊടുത്തു. അങ്ങനെ കാട്ടിക്കൊടുത്തപ്പോഴേ അർജുനനും ആ രൂപം കണ്ടിട്ടുള്ളൂ. കൃഷ്ണ, ആ രൂപം എനിക്ക് ഒന്നും കൂടെ കാട്ടിത്തരൂ എന്ന് അർജുനൻ കൃഷ്ണനോട് പിന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ, കൃഷ്ണൻ പറഞ്ഞു, ഇതങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല അർജുന എന്ന് കൃഷ്ണൻ പറയേണ്ടായിട്ടുണ്ട്. ഇവിടെ സ്ഫുരിത തനുവാണ്, പ്രകാശിപ്പിക്കപ്പെട്ട തനുവോട് ശരീരത്തോട് കൂടിയിരിക്കുന്നവനാണ്. എങ്ങനെ? ദൃഗ്വൃത്തിഗ്രാസയോഗ്യം, ദൃഗ്വൃത്തി കൊണ്ട് ഗ്രസിക്കുവാൻ യോഗ്യമായിട്ടാണ് ഇരിക്കുന്നത്. ദൃഗ്വൃത്തി, ദൃക്കിന്റെ വൃത്തി. ദൃക്ക് എന്ന് പറഞ്ഞാൽ കണ്ണ്, കണ്ണിന്റെ വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിന്റെ പ്രവൃത്തി, അതായത് ആലോകനം, നോട്ടം എന്ന് പറയുന്നത്. കണ്ണിന്റെ നോട്ടം കൊണ്ട് ഗ്രസിക്കുവാൻ യോഗ്യമായ വിധത്തിൽ ഗ്രസിക്കുക. ഗ്രസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിഴുങ്ങുക എന്നാണ് അർത്ഥം. കണ്ണിന്റെ നോട്ടം കൊണ്ട് വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? പൂർണ്ണമായും അങ്ങോട്ട് ഗ്രഹിക്കുക, അല്ലേ? എപ്പോഴാണ് നമ്മൾ നല്ല ആർത്തിയോട് കൂടിയിട്ട് നോക്കുമ്പോഴാണ് നമ്മൾ പറയുക, എന്താണ്? വിഴുങ്ങുന്നത് പോലെയുള്ള നോട്ടം. നമ്മൾ പറയാറുണ്ട്, എന്താ ഇയാൾ ഇങ്ങനെ നോക്കണത്, അങ്ങോട്ട് വിഴുങ്ങിക്കളയുമോ എന്ന് തോന്നും എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. എങ്ങനെയാണത്? നല്ല താല്പര്യത്തോടു കൂടി, സ്പൃഹയോട് കൂടിയിട്ടുള്ള നോട്ടമാണ്, അല്ലെ? അതായത് വികാര വൈവശ്യത്തോടു കൂടിയ നോട്ടം. ദേഷ്യത്തോടു കൂടിയാകുമ്പോഴും നമ്മൾ അങ്ങനെ പറയാറുണ്ട്. നല്ല ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്? ദഹിപ്പിക്കുന്ന നോട്ടം, ഇയാളെ അങ്ങോട്ട് വിഴുങ്ങിക്കളയുമെന്ന് തോന്നും എന്നൊക്കെ പറയും. അപ്പൊ പൊതുവിൽ എന്താണ്? വളരെ താല്പര്യത്തോട് കൂടിയിട്ടുള്ള നോട്ടത്തെയാണ് കണ്ണുകൊണ്ട് പാനം ചെയ്യുക, കണ്ണുകൊണ്ട് എന്താണ്? ഗ്രസിക്കുക എന്നൊക്കെ പറയുന്നത്. കാളിദാസനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ കാളിദാസൻ രഘുവംശ മഹാകാവ്യത്തിൽ ദിലീപ മഹാരാജാവ് വസിഷ്ഠന്റെ ധേനു, നമ്മുടെ കാമധേനുവിന്റെ പുത്രിയായ നന്ദിനി പശുവിനെ പരിചരിക്കാനായിട്ട് കാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാട്ടിൽ കൊണ്ടുപോയി അതിനെ അങ്ങനെ വിഹരിക്കാൻ വിട്ടിരിക്കുകയാണ്. അപ്പൊ രാവിലെ തൊട്ട് വസിഷ്ഠന്റെ ആശ്രമത്തിൽ ദിലീപനും ഈ ധേനുവും വരുന്നത് നോക്കി തന്നെ എങ്ങനെ ഇരിക്കുകയാണ് ആര്? ദിലീപന്റെ പത്നിയായിട്ടുള്ള സുദക്ഷിണ. അത് കഴിഞ്ഞിട്ട് സന്ധ്യ ആയി കഴിഞ്ഞപ്പോ ഇതാ ധേനുവും ദിലീപനും തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. ആ വരുന്ന സമയത്ത് ഇവിടെ കാത്തിരുന്ന ദിലീപനെ സുദക്ഷിണ കണ്ണുകൊണ്ട് പാനം ചെയ്തു എന്നാണ് കാളിദാസൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ? വസിഷ്ഠധേനോരനുയായിനം തം ആവർത്തമാനം വനിതാവനാന്താത് പപൗ നിമേഷാലസപക്ഷ്മപങ്ക്തി ഉപോഷിതാഭ്യാമിവലോചനാഭ്യാം
കണ്ണുകൊണ്ട് പാനം ചെയ്ത്. എങ്ങനെയുള്ള കണ്ണ്? ഉപോഷിതാഭ്യാം ഇവ ലോചനാഭ്യം. ഉപോഷിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപവസിച്ചത്. ഉപവസിച്ച കണ്ണുകൾ കൊണ്ടാണ്. ഉപവസിച്ച ആള് എന്താണ്? വളരെ നേരം ഉപവസിച്ച ആള് പിന്നെ എന്താണ്? തനിക്ക് പേയമായിട്ടുള്ള, അല്ലെ, ഉപവാസം കഴിഞ്ഞാൽ പിന്നെ ആദ്യം തന്നെ ഖരമായിട്ടുള്ള ഭക്ഷണമല്ല, ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണമാണ്. അപ്പോ അത് കിട്ടിയാൽ എങ്ങനെയാണ്? ആർത്തിയോട് കൂടി പാനം ചെയ്യും. അപ്പൊ ഉപവസിച്ചവയാണോ എന്ന് തോന്നുമാറുള്ള കണ്ണുകൾ കൊണ്ട് സുദക്ഷിണ ദിലീപനെ പാനം ചെയ്തു എന്നാണ്. അത്ര ആർത്തിയോട് കൂടി നോക്കി എന്നാണ്. അപ്പൊ നല്ല സ്പൃഹയോട് കൂടി നോക്കുന്നതിനെയാണ് കണ്ണുകൊണ്ട് പാനം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രകാരം കണ്ണുകൊണ്ട് നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുന്ന വിധത്തിൽ, നേത്രപേയമായ വിധത്തിൽ വൈക്കത്ത് കുടികൊള്ളുന്ന ആ ദേവൻ. അപ്പൊ അത്രയും നല്ല മനോഹരമായിട്ടുള്ള രൂപത്തിലാണ് ഭക്തജനങ്ങളോട് വാത്സല്യ അതിരേകത്തോടു കൂടി വർത്തിക്കുകയാണ്, അല്ലേ? അല്ലെങ്കിൽ ഒരു ദുർമുഖനായിട്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്ക് കണ്ണുകൊണ്ട് എന്ത് ചെയ്യില്ല? പാനം ചെയ്യാനൊന്നും പറ്റില്ല, നോക്കാൻ തന്നെ പറ്റില്ല, മാറിപ്പോവുള്ള കണ്ണും പൊത്തിയിട്ട്. ഇത് അങ്ങനെയല്ല. ആർക്കും അങ്ങോട്ട് ആ ദേവനെ അങ്ങനെ നോക്കാനായിട്ട്, കണ്ണുകൊണ്ട് പാനം ചെയ്യാനായി തോന്നുന്ന വിധത്തിൽ സ്ഫുരിക്കുന്ന ശരീരത്തോട് കൂടിയത്. അപ്പൊ ദേവനാണ്, അദ്ദേഹം വിഭുവാണ്. വിഭു എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ്. ആ ദേവനെ എന്താണ്? ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് കാണപ്പെടാം. ആ ദേവന് ഏത് വിധത്തിലും ആണ്, അല്ലെ? വേണമെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായ രൂപത്തോട് കൂടിയിട്ട് കാണാം. ദുകൂലവാസിയായിട്ട്, ദുകൂലം എന്ന് പറഞ്ഞാൽ പട്ടുവസ്ത്രം, നല്ല മനോഹരമായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. അല്ലെങ്കിൽ എന്താണ്? ഗജാജ് ആർദ്രനാഗാദിജിനം, ആർദ്രമായ, ആർദ്രം എന്ന് പറഞ്ഞാൽ നനവുള്ളത്. എങ്ങനെ നനവുള്ളതാണ്? നാഗാജിനം, നാഗത്തിന്റെ, ആനയുടെ അജിനം, തോൽ അർത്ഥം. നാഗം എന്ന് പറഞ്ഞാല് ആന എന്നും പിന്നെ എന്താണ്? പാമ്പ് എന്ന് അർത്ഥമുള്ളൊരു പദമാണ് ഈ നാഗം എന്നതിനെ. ആ വാക്കിന്റെ വ്യുത്പത്തി കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അഗമല്ലാത്തത്. അഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗമിക്കാത്തത്. അഗം, ഗമനം ഇല്ലാത്തതാണ് അഗം. പർവ്വതത്തെയൊക്കെ അഗം എന്ന് പറയും. അഗം എന്ന് പറഞ്ഞാലോ അഗം അല്ലാത്തത്, ഗമിക്കാത്തത് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഗമിക്കുന്നത് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പേര് ആനയ്ക്കും പാമ്പിനും ചേരുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കാണുന്ന ഒരു വനപ്രദേശത്ത് കൂടെ നമ്മൾ പോവാണ്. അപ്പൊ എന്താണ്? ഒരു സർപ്പം ഇങ്ങനെ കിടക്കുന്നു, അനങ്ങാണ്ട് കിടക്കുകയാണ്. നമ്മൾ എന്ത് വിചാരിക്കും? അത് അഗമാണ്, ഗമിക്കാത്ത, എന്തോ വേരോ, വൃക്ഷത്തിന്റെ വേരോ മറ്റോ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ അത് നമ്മുടെ അടുത്ത് ചെല്ലുമ്പോണ്ട് അതങ്ങനെ നീങ്ങിപ്പോകുന്നു. ഇത് അകം, ഇത് അകമല്ല, ഗമിക്കുന്നത് തന്നെയാണ് എന്ന് നമുക്ക് അപ്പൊ തോന്നലുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് പറയും? നാഗഹ, അകമല്ല. അപ്പൊ എന്താണ്? സർപ്പത്തെ നമ്മൾ അകമല്ല എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായി. അപ്പൊ നമ്മൾ നാഗഹ. ഇനി എന്താണ്? ഈ പറയുന്ന കാട്ടിൽ തന്നെ ഒരാന ഇങ്ങനെ അനങ്ങാതെ നിൽക്കാണ്, ഒരു കരിവീരൻ, അല്ലേ? അനങ്ങാതെ നിൽക്കുമ്പോൾ നമ്മൾ ദൂരം നോക്കുമ്പോ ഒരു പാറക്കല്ല് അവിടെ നിൽക്കുന്നുണ്ട്, ഒരു പർവ്വതത്തിന്റെ ഒരു കഷ്ണം പാറക്കല്ല് അവിടെ നിൽക്കുന്നുണ്ട്. ആ പാറക്കല്ല് എന്താണ്? ഗമിക്കാത്തതാണ്, അകമാണ്. കുറച്ച് കഴിയുമ്പോ ഉണ്ട് അത് ഇതാ മെല്ലെ അവിടുന്ന് നീങ്ങുന്നു, അല്ലേ? അത് ഇതാ അവിടെ പോയിട്ട് ഓടയും മറ്റുമൊക്കെ അതാ ഓടിക്കുന്നു. അപ്പൊ അകം, ഇത് അകമല്ല, ഗമിക്കുന്നത് തന്നെയാണ്. അപ്പൊ എന്തായി? ആനയ്ക്കും ആ പേര് വന്നു. അപ്പോൾ ഈ നാഗത്തിന്റെ അജിനം, ആർദ്ര അജിനം, ആർദ്ര അജിനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ തോലാകുമ്പോ ചോര ഇറ്റിറ്റ് വീഴുന്ന അജിനം, അത് ധരിച്ചിട്ടും വേണമെങ്കിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. അത് നമുക്ക് എന്താണ്? നമുക്കൊരു അല്പം ഭീതിതമായിട്ടുള്ള ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാകും. അപ്പൊ അങ്ങനെ ആ വിധത്തിൽ ഒന്നുമല്ല, അല്ലെ? വലിയ ജടയൊക്കെ ധരിച്ച് ശ്മശാനത്തിലെ ഭസ്മമൊക്കെ ദേഹത്തിലണിഞ്ഞ കപാലവും കയ്യിലേന്തി, തലയോടും കയ്യിലേന്തിയിട്ടുള്ള രൂപം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട എന്താണ്? നോക്ക വയ്യത് എന്ന ഒരു അനുഭൂതി നമുക്കുണ്ടാകും. അതാണ് നമുക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന തോന്നല്. ഇവിടെ അങ്ങനെ ഒന്നുമല്ല. ഏറ്റവും മസൃണമായ ഭാവത്തോടെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോ ഇവിടെ എന്താണ്?
സ്ഫാരമായ ജ്യോതിസ് സ്വഭാവം, സ്ഫുരിക്കുന്ന ജ്യോതിസിന്റെ, തേജസ്സിന്റെ തന്നെ സ്വഭാവത്തോടു കൂടി ആണ് വർത്തിക്കുന്നത്. തന്നെയുമല്ല, നല്ല സുസംപ്രീതനായിരിക്കുന്ന രൂപമാണ്. അതെങ്ങനെയാണ്? അചല ദുഹിതൃദൃക് ഇന്ദിരാവാസ പത്മേ. അചല ദുഹിതൃദൃക്, അചല ദുഹിത, അചലം, അചലം എന്താണ്? പർവ്വതം. നേരത്തെ നമ്മൾ അഗംനള ബന്ധം പറഞ്ഞു. അചലവും അത് തന്നെ, ചലിക്കാത്തത്. അചലം പർവ്വതം. അചല ദുഹിതൃ, ദുഹിതൃ, ദുഹിതൃ എന്താണ്? ഡോട്ടർ അല്ലെ? ദുഹിതൃ, ഡോട്ടർ. ഡോട്ടറിന്റെ ഉള്ളിലുണ്ട് ഒരു എച്ച് ഉണ്ട് അല്ലെ? ദുഹിതൃ, DAUGHTER, ദുഹിതൃ. കേട്ടോ, ദുഹിതൃ ഒരേ റൂട്ടിൽ നിന്നുണ്ടായിട്ടുള്ള പദങ്ങളാണ് ഇത് രണ്ടും. ദുഹിതാവ് ഇംഗ്ലീഷില് ഡോക്ടർ. അചല ദുഹിതൃ പർവ്വതപുത്രി. ആരാണത്? ഹിമവാന്റെ പുത്രി ഹൈമവതി എന്ന് അർത്ഥം. അപ്പൊ ഹൈമവതിയുടെ ദുഹിതൃ, അചല ദുഹിതാവിന്റെ ദൃക്ക്, ദൃക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃക്ക് എന്ന് പറഞ്ഞാൽ കണ്ണ്. അചല ദുഹിതാവിന്റെ കണ്ണുകളാകുന്ന ഇന്ദിന്ദിരം, ഇന്ദിന്ദിരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രമരം. ഭ്രമരം വണ്ട് അല്ലെ? ഭ്രമിക്കുന്നത്, ഇങ്ങനെ ഭ്രമിക്കുന്ന ശീലത്തോട് കൂടിയത്. വണ്ട് എപ്പോഴും അങ്ങനെയല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ നല്ല ഞാവൽപ്പഴം പോലെയുള്ള വണ്ട്. ആ വണ്ടിന്റെ ഗമനം എങ്ങനെയാ? അതിങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിയാണ് ഇങ്ങനെ ഭ്രമിച്ചാണ് അത് പോവുക. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ഭ്രമരം, ഭ്രമിക്കുന്ന ശീലത്തോട് കൂടിയത്. അപ്പോ അവിടെ ആ ഭ്രമരം എന്ന് പറഞ്ഞപ്പോ തന്നെ അതെന്താണ്? നല്ല നീല നിറത്തിലുള്ള വണ്ട്. അപ്പോ അത് അചലദുഹിതാവിന്റെ ദൃക്കുകളാകുന്ന, കണ്ണുകളാകുന്ന, ബഹുവചനത്തിൽ തന്നെ പ്രയോഗിക്കാല്ലേ? ഒരു കണ്ണല്ല, 3 കണ്ണുണ്ടല്ലോ അചല ദുഹിതാവിന് അല്ലെ? നിടിലത്തിലും ഒരു കണ്ണുണ്ട്. ദൃക്കുകളാകുന്ന ഇന്ദിന്ദിരം, ഇന്ദിന്ദിരമാണ് ഭ്രമരം, അതാകുന്ന വണ്ടുകൾക്ക് ആവാസ പത്മേ, ആവാസമായിരിക്കുന്ന, നിവാസസ്ഥാനമായിരിക്കുന്ന പത്മത്തിൽ, പത്മം. അപ്പൊ അതിന് പത്മമാണ് ഈ ദേവൻ. ഇന്ദിരാദേവിയുടെ കണ്ണുകളാകുന്ന വണ്ടുകൾക്ക് ആവാസമായിരിക്കുന്ന പത്മമാണ്, താമരയാണ് ഈ ദേവൻ. അപ്പൊ എങ്ങനെയാണ് വണ്ടുകൾ എന്താണ് ചെയ്യുക? ആ പത്മത്തിൽ പോയി ഇരിക്കും, അതിൽ നിന്ന് മധുവുണ്ണും, പലപ്പോഴും മയങ്ങി അതിനകത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും. എന്താണ്? പത്മം കൂമ്പിപ്പോകുമ്പോൾ അതിനുള്ളിൽ ബന്ധിക്കപ്പെടുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഉണരുമ്പോഴാണ്, പത്മം വിടരുമ്പോഴാണ് അതിൽ നിന്ന് വരിക. അപ്പോ അതിലെന്താണ്? ഏറ്റവും സുരക്ഷിതത്വ ബോധത്തോടുകൂടി വണ്ടുകൾ എന്ത് ചെയ്യും? പത്മത്തിൽ പോയി വിശ്രമിക്കും, അല്ലെങ്കിൽ അതിൽ രമിക്കും. അതിൻ്റെ മധുവുണ്ട്, അവിടെ തന്നെ മയങ്ങുകയും ചെയ്യും. അപ്പൊ ഇന്ദിരാദേവിയുടെ അല്ലെ? ഇന്ദിരാദേവി അറിയാമല്ലോ നമുക്ക്, ലോകമാതാവായിരിക്കുന്ന ഇന്ദിരാദേവിയുടെ കടാക്ഷങ്ങളാകുന്ന വണ്ടുകൾക്ക് രമണീയമായ പത്മമായ ഈ ദേവൻ. അപ്പൊ ദേവന്റെ ദേഹത്ത് ഇന്ദിരാദേവിയുടെ കടാക്ഷം നിരന്തരമായി പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദേവിയാൽ നിരന്തരം കടാക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേവൻ. ആ ദേവൻ എങ്ങനെയായിരിക്കും? വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവിടെ ഇരിക്കുക. ദേവിയുടെ പ്രേമമസൃണമായ കടാക്ഷത്തിന് പാത്രമായിരിക്കുന്ന ദേവൻ. അപ്പൊ ദേവൻ എന്താണ്? വളരെയേറെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ദേവൻ എന്ന് അർത്ഥം. അപ്പൊ എപ്പോഴും ഒരു ദേവനെ നമ്മൾ അർദ്ധനരീശ്വരനായിട്ടാണ് പറയാം. അതിൻ്റെ ആ പൂർണ്ണതയിൽ തന്നെ ഇരിക്കുകയാണ്, ദേവിയുടെ കടാക്ഷം ഏറ്റുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോ ഏറ്റവും സംപ്രീതനായിരിക്കുന്ന എന്ന് അർത്ഥമാണ് അതിനെ. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ അല്പം ഈർഷ്യയോട് കൂടിയിട്ട് ചിലപ്പോൾ പെരുമാറും. എന്തായിരിക്കും കാരണം? വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, അത് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ അത് ആ ദിവസം മുഴുവൻ എന്തായി തീർന്നു? ഒരു ഈർഷ്യയാണ്. പിന്നീട് നേരെ കുറച്ച് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് വരുന്ന സമയത്ത്
ഭാര്യയും മക്കളൊക്കെ വന്ന് ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലോ എപ്പോഴും പിന്നെ സന്തോഷമാണ്. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെയാണ്. ഇതിന് സദൃശമായിട്ടുള്ള ഒരു സന്ദർഭം ശ്രീകൃഷ്ണവിലാസ കാവ്യത്തിലെ സുകുമാര കവിയും പറയുന്നുണ്ട്. ഇതിന് സദൃശമായിട്ടുള്ള ഒരു സന്ദർഭം പറയുന്നുണ്ട്. ദേവന്മാര് ഭൂമിദേവി ഒരിക്കൽ ദുഷ്ടന്മാരുടെ ഭാരം സഹിക്കാൻ വയ്യ, ഇത് കുറച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിനെ കാണാൻ പോയത്രേ. ബ്രഹ്മാവ് പറഞ്ഞു, ഓ ഇപ്പൊ എന്താ ചെയ്യാ, എന്നെ കൊണ്ട് നിവൃത്തിയൊന്നും ഇല്ലോ, നമുക്ക് വിഷ്ണു ഭഗവാനെ പോയി കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണു ഭഗവാനെ കാണാൻ പോയപ്പോ ദേവന്മാര് നോക്കാണ്, ദേവനെ ഏത് രൂപത്തിലാണ് കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ അവർ ചെന്നപ്പോ നല്ല നേരമാണ്. കാരണം വിഷ്ണു ഭഗവാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് രമാദേവിയോടൊപ്പം അവിടെ ഇരിക്കുകയാണ്. എങ്ങനെയാണ്? പര്യായത പാണിധൃതം സരോജം വിന്യസ്യ വിന്യസ്യ ദൃശോപദവ്യാം നിദ്രാം പ്രബോധം ച മുഹുർനയന്തീം പത്മാസനാം സസ്മിതമീക്ഷമാണം. ദേവൻ പത്മാസനയെ പത്മാസനയായ ദേവി, പത്മാസന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പത്മത്തിൽ ഇരിക്കുന്ന ദേവി അല്ലെ. ആ ദേവിയാണ് ആരാണ്? ഇന്ദിരാദേവിയാണ് അല്ലെ, പത്മത്തിൽ ഇരിക്കുന്ന ദേവി രമാദേവി. അപ്പൊ രമാദേവി, അതുകൊണ്ടാണ് നമ്മൾ അലർമേലു മങ്ക, തമിഴിൽ അങ്ങനെ ഒരു പേരുണ്ട്, അലർമേലു മങ്ക. അലര് പൂവ്, പൂവിന്റെ മുകളിൽ ഇരിക്കുന്ന മങ്ക, അലർമേല് മങ്ക. അതാണ് നമ്മൾ പറയുന്നത് ലക്ഷ്മി ദേവി. അപ്പൊ ഈ ലക്ഷ്മി ദേവിക്ക് കയ്യിലും ഒരു താമരയുണ്ട്. വിഷ്ണു ഭഗവാന്റെ കണ്ണുകളാണെങ്കിലോ, വിഷ്ണു ഭഗവാന്റെ കണ്ണുകൾ സൂര്യചന്ദ്രന്മാരാണ്. അപ്പൊ ഈ താമര എങ്ങനെയാണ്? സൂര്യന്റെ പ്രഭാവത്തിൽ താമര നന്നായി വിടർന്ന് ഉല്ലസിക്കുകയും ചന്ദ്രന്റെ സാന്നിധ്യത്തിൽ അത് കൂമ്പിപ്പോവുകയും ചെയ്യും. അപ്പോ ഇവിടെ രമ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മഹാലക്ഷ്മി ഒരു താമര കയ്യിലെടുത്തുകൊണ്ട് അതിനെ ആദ്യമായിട്ട് ഒരു കണ്ണിൽ വെക്കും. സൂര്യനേത്രത്തിൽ വെക്കുമ്പോൾ അത് നന്നായി വിടർന്ന് ഇരിക്കുന്നു. ചന്ദ്രനാവുന്ന നേത്രത്തിൽ വെക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? അത് കോമ്പിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ ഈ വിധത്തിലുള്ളത് ആയ ചാബല്യം കാട്ടിക്കൊണ്ടിരിക്കുക അല്ലെ. തൻ്റെ പതിയുടെ മുമ്പിൽ ഒരു താമര ഒന്ന് വാട് തന്നെ ഇടയാക്കുന്നു, പിന്നെ വിടരാൻ ഇടയാക്കുന്നു. ഇങ്ങനെ ഈ ഒരു ചാബല്യം കാട്ടിക്കൊണ്ടിരിക്കുന്ന മഹാലക്ഷ്മിയെ ഒരു സുസ്മേരവദനായിട്ട് പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ അടുത്താണ് അവര് ചെല്ലുന്നത്. അപ്പോ അങ്ങനെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ദേവൻ, അതുപോലെയാണ് ഇവിടെയും ഈ വിധത്തിൽ വർത്തിക്കുന്നവനായ ദേവനെ. അപ്പൊ അതിലൊക്കെ വലിയ വലിയ ആശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് എങ്ങനെയാണ് ഒരു സ്ത്രീ, ഒരു പത്നി ഒരു വീട്ടിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാ അല്ലെ. നമ്മള് പലപ്പോഴും മനുസ്മൃതിയെ ചീത്ത പറയാറുണ്ട്, എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞിട്ട്, അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്. അവിടെ ശരിക്കും എന്താണ് അർത്ഥം? ആദ്യ ഭാഗം നോക്കിയാൽ മതി. പിതാ രക്ഷതി കൗമാരെ, കൗമാരത്തിൽ പിതാവ് രക്ഷിക്കുന്നു അല്ലെ. പുത്രോ രക്ഷതി വാർദ്ധക്യെ, ഭർത്താ രക്ഷതി യൗവന, ഭർത്താവ് യൗവനത്തിൽ രക്ഷിക്കുന്നു. പുത്രോ രക്ഷതി വാർദ്ധക്യെ, വാർദ്ധക്യത്തിൽ പുത്രന്മാർ രക്ഷിക്കുന്നു. എന്നിട്ടാണ് പറയുന്നത് എന്ത്? സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അവൾ സ്വതന്ത്രയാകരുത്. അവിടെ എന്തായിരിക്കണം? അച്ഛനെ പോലെയുള്ള, അച്ഛന്റെ രക്ഷണം പോലെയുള്ള രക്ഷണം അവൾക്ക് വേണം, പുത്രന്മാരുടെ രക്ഷണം പോലെയുള്ള രക്ഷണം വേണം, ഭർത്താവിന്റെ രക്ഷണവും വേണം എന്നാണ് പറയുന്നത്. ഈ ഭാവമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു മകളെ പോലെ, ഒരു കുട്ടിയെ പോലെ വിഷ്ണു ഭഗവാന്റെ മുമ്പിൽ അവൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കട്ടായി പോയോ? Appreciate. സാറിന്റെ വൈഫൈ പ്രോബ്ലം ഉണ്ടെന്ന്. വൈഫൈക്ക് പ്രോബ്ലം ഉണ്ട്. കട്ടായി പോയെന്ന് തോന്നുന്നു.
ഇല്ല, വരുന്നുണ്ട്. ചേട്ടാ ഒന്ന് വിളിച്ചു നോക്കിക്കേ, ചിലപ്പം സാറിന് മനസ്സിലായി കാണത്തില്ല, നമ്മൾ കേൾക്കുന്നില്ലെന്നുള്ളത്. ഇപ്പോ റെഡിയായോ? കേൾക്കാനുണ്ടോ? കുറച്ചു നേരം കേൾക്കാൻ മേലായിരുന്നു. അതെന്തോ ഒന്ന് ആകെ പ്രോബ്ലം ഉണ്ട് എന്ന് തോന്നുന്നു. യെസ്. അപ്പോ ഇവിടെ ശരിക്കും എന്താണ്, അപ്പൊ ഇവിടെ ഒരു കുഞ്ഞ് ഒരു ചാബല്യങ്ങളൊക്കെ ബാലചാബല്യങ്ങളൊക്കെ ആയിട്ട് വർത്തിക്കുന്നത് പോലെയാണ് ഇവിടെ ഈ സ്ഥിതി. അപ്പൊ ആ സ്വാതന്ത്ര്യം ആർക്ക് വേണം? ഒരു സ്ത്രീക്ക് വീട്ടിൽ വേണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ കുഞ്ഞിനെ പോലെ, കുഞ്ഞിന്റെ മുമ്പിൽ അച്ഛൻ പെരുമാറുന്നത് പോലെയാണ് വിഷ്ണു ഭഗവാൻ അവിടെ വർത്തിക്കുന്നത്. നമ്മൾ നേരത്തെ ദിലീപന്റെ കാര്യം പറഞ്ഞു. സുദക്ഷിണ കാത്തിരുന്നത് എങ്ങനെയാണ്? മക്കൾ പുറത്തേക്ക് പോയാൽ അവർ തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന അമ്മയെ പോലെ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന ആര്? സുദക്ഷിണ ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഒരു അമ്മയെ പോലെ, ഒരു മകളെ പോലെ, പിന്നെ എന്താണ്, ഒരു കാമുകിയെ പോലെ ഒക്കെ എന്ത് വേണം? സ്ത്രീക്ക് വീട്ടിൽ പെരുമാറാൻ പറ്റണം. ഇതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അതിനാണ് അവിടെ പുത്രോ രക്ഷതി, പിതാ രക്ഷതി, ഭർത്താ രക്ഷതി എന്ന് പറഞ്ഞത്. ഈ 3 ഭാവത്തിലും വീട്ടിൽ പെരുമാറണം. ഇതാണ് അവിടെ പറയുന്നതിന്റെ അർത്ഥം. അതല്ലാതെ സ്ത്രീയെ അടിമയാക്കി വെക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. നമ്മളെപ്പോഴും ദുർവ്യാഖ്യാനങ്ങളെ നമുക്ക് കേൾക്കാനുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഈ ദുർവ്യാഖ്യാനങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏറ്റവും നന്നായിട്ട് എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടി അത് തന്നെ പുത്രോരക്ഷതി വാർദ്ധക്യം എന്നുള്ളത് എന്താണ്? അത് സ്ത്രീക്ക് മാത്രമുള്ളതാണ്. പുരുഷൻ അത് പറഞ്ഞിട്ടില്ല. പുരുഷൻ എങ്ങനെയാണ്? വാർദ്ധക്യത്തിൽ വനവാസമാണ് പറഞ്ഞിട്ടുള്ളത്, വാനപ്രസ്ഥമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇരിക്കട്ടെ. അപ്പൊ എല്ലാ സുരക്ഷിതത്വവും ഉറപ്പിച്ച നിയമത്തെ നമ്മൾ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏത് വിധത്തിലാണ് ഇന്ദിരാദേവിയുടെ കടാക്ഷമാകുന്ന ഭ്രമരങ്ങൾക്ക് എന്തായിരിക്കുന്നതാണ്? വാസസ്ഥാനമായിരിക്കുന്ന, അവയ്ക്ക് രമിക്കുന്നതിനുള്ള ഉദ്യാനമായിരിക്കുന്ന ഈ ദേവൻ. ആ ദേവന്റെ യച്ചിത് സൗരാതപേ, ഏതൊരു ദേവന്റെ ചിത്താകുന്ന സൂര്യന്റെ ആതപത്തിൽ, ചിത് സൗരാതപം, ചിത്താകുന്ന ദേവന്റെ ചിത്താകുന്ന സൗരാതപം. സൗരാതപം എന്താണ്? തേജസ് ആതപം. നമ്മള് എപ്പോഴും പറയാറില്ലേ സൗര്യാതപം, സൂര്യാതപം ഏൽക്കുന്നു. ആതപം വെയിലാണ് അല്ലെ? ചന്ദ്രന്റെ വെളിച്ചത്തെ ചന്ദ്രിക, ജ്യോത്സ്ന എന്നൊക്കെ നമ്മൾ പറയും. ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി എന്നൊക്കെ ചന്ദ്രനെ വെളിച്ചത്തെ പറയും. സൂര്യന്റെ വെളിച്ചം എന്താണ്? ആ തപഹ, ചൂട് പിടിപ്പിക്കുന്നതാണ് സൂര്യന്റെ വെളിച്ചം. നല്ല ചൂടുള്ള രശ്മികളാണ്. ആ രശ്മി കൊണ്ട് എന്ത് ചെയ്യുന്നു? അത് ഭൂമിയെ എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കും സൂര്യൻ. അതുകൊണ്ടാണ് നല്ല തപിപ്പിക്കുക. ആ താപം ഏൽക്കുന്നില്ലെങ്കിൽ എന്താണ്? കുറെ ദിവസം വെയിലേറ്റില്ലെങ്കിൽ എന്തായിരിക്കും? ഭൂമി എന്തായിരിക്കും? എല്ലായിടത്തും ചീഞ്ഞും അഴുകിയും ഒക്കെ അങ്ങനെ ഇരിക്കും. പലപ്പോഴും ഭൂമിയിൽ പല മാലിന്യങ്ങളൊക്കെ വീഴുന്നുണ്ട്. അതെന്താണ് ചെയ്തത്? സൂര്യന്റെ ആ ചൂടാണ് അതിനെ മുഴുവൻ ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് സൂര്യൻ അതിനെന്ത് ചെയ്യും? നേരെ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അങ്ങനെ മാത്രമല്ല, ഓരോ സമയത്ത് തെക്കുവശത്തേക്ക് ചാഞ്ഞും വടക്കുവശത്തേക്ക് ചാഞ്ഞും അല്ലെ? ഉത്തരായണവും ദക്ഷിണായണവും ഒക്കെ അവലംബിച്ചുകൊണ്ട്
പൂർണ്ണമായും ശുദ്ധീകരിക്കുന്ന തേജസ്സാണ് സൂര്യന്റേത്. ഇവിടെ ഈ ദേവന്റെ ചിത്തിന്റെ പ്രകാശമാകുന്ന സൂര്യ തേജസ്സിൽ നിഖില ക്ഷേത്രി ഖദ്യോത ദീപ്തി ലീയതേ. അപ്പൊ ഈ ദേവന്റെ എന്താണ് ചിത്താകുന്ന ഹൃദയത്തിലെ സൂര്യ തേജസ്, ഈ ദേവന്റെ തേജസ്സിൽ എല്ലാ നിഖില ക്ഷേത്രി ഖദ്യോത ജ്യോതി, എല്ലാ ക്ഷേത്രികളുടെയും ഖദ്യോത ദീപ്തി. ഖദ്യോതം, ഖം എന്ന് പറഞ്ഞാൽ ആകാശമാണ്. ഖം ആകാശം. ഖഗം പക്ഷിയെ ഖഗം എന്ന് പറയുന്നില്ലേ? ഖമ്മിലൂടെ ആകാശത്തിലൂടെ ഗമിക്കുന്നത് കൊണ്ടാണ് പക്ഷികളെ ഖഗങ്ങൾ എന്ന് പറയുന്നത്. ഖദ്യോതം, ഖദ്യോതം എന്ന് പറഞ്ഞാലോ ആകാശത്തിൽ ദ്യോതിക്കുന്ന, അന്തരീക്ഷത്തിൽ പ്രകാശിക്കുന്നതാണ് ഖദ്യോതം. അപ്പൊ എന്താ ഖദ്യോതം എന്ന് പറഞ്ഞാല്? മിന്നാമിനിങ്, നക്ഷത്രം ഇങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ട് നടക്കും. എല്ലാ ഖദ്യോതങ്ങളുടെയും മിന്നാമിനുങ്ങളുടെയും തേജസ് എന്ത് ചെയ്യുന്നു? ഈ സൂര്യ തേജസ്സിൽ ലീയതേ ലയിച്ചു പോകും. അതായത് മറ്റെല്ലാ തേജസ്സും ഈ ദേവന്റെ സൂര്യന്റെ ചിത്താകുന്ന സൂര്യന്റെ ഉജ്ജ്വലമായ പ്രകാശത്തിൽ മറ്റെല്ലാം ലയിച്ചു പോകുന്നു. അതായത് ലയിക്കും, വേറെ തേജസ് ഒന്നും അറിയില്ല എന്നർത്ഥം. എന്തുപോലെയാണിത്? നമ്മള് ഒരു നല്ല വെയിലുള്ള ഒരു സമയത്ത് വെയിലത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് നോക്കാം. ആ മെഴുകുതിരി നമ്മൾ എത്ര സൂക്ഷിച്ചു നോക്കിയാലും ആ മെഴുകുതിരി കത്തുന്നുണ്ട് എന്ന് നമുക്ക് തോന്നില്ല, അറിയില്ല, അല്ലേ? ആ മെഴുകുതിരിയുടെ ആ കറുത്ത തിരി മാത്രം നമുക്ക് കാണാം. അതിൽ ജ്വാലയുണ്ടോ ശിഖയുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പോലും പറ്റില്ല. അപ്പൊ എന്താണ്? ആ വെയിൽ, ആ എന്താണ് തേജസ്, ആ ജ്വാല എന്തായി പോകുന്നു? അതിൽ ലയിച്ചു ചേർന്നത് പോലെ ആയിരിക്കുന്നു. അപ്പോൾ അതിൽ പോലും അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ 10,000 മടങ്ങോ 1,00,000 മടങ്ങോ ഉള്ളതായ ആ ദേവന്റെ സൂര്യന്റെ തേജസ്സിൽ എന്ന് പറഞ്ഞാൽ ആത്മീയമായ തേജസ്സിൽ എല്ലാ ഖദ്യോതങ്ങളും അതുമായി താരതമ്യം ചെയ്താൽ മറ്റെല്ലാ തേജസ്സുകളും എന്താണ്? ഖദ്യോതങ്ങളാണ്. മിന്നാമിനുങ്ങ് പോലെയാണ് മറ്റെല്ലാം. സൂര്യന്റെ തേജസ് തന്നെയാണ് ചന്ദ്രനും നമുക്ക് തരുന്നത്, പ്രതിഫലിപ്പിച്ച് തരുന്നത്. മറ്റെല്ലാ തേജസ്, ഏത് തേജസ് ആണെങ്കിലും അത് എന്താകും? അതിൽ ലയിക്കുകയേ ഉള്ളൂ, അതിലെങ്ങനെ നിഷ്പ്രഭമായി പോവുകയേ ഉള്ളൂ. അതുകൊണ്ടാണ് കഠോപനിഷത്തിൽ പറയുന്നത് ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഹി തമേവ ഭാന്തം അനുഭാതി സർവം യസ്യ ഭാസ സർവമിതം വിഭാതി എന്ന്. ആ തേജസ്സിന്റെ മുമ്പിൽ, ആ പരമമായ തേജസ്സിന്റെ മുമ്പിൽ ന തത്ര സൂര്യോഭാതി, സൂര്യൻ പോലും അതിന്റെ മുമ്പിൽ നിഷ്പ്രഭമായി പോകും. ന ഭാതി, ശോഭിക്കുന്നില്ല. ന ചന്ദ്രതാരകം, ചന്ദ്രനോ താരകങ്ങളോ അവിടെ ശോഭിക്കുന്നില്ല. ചന്ദ്രതാരകം എന്ന് പറഞ്ഞാൽ ചന്ദ്രനും താരകങ്ങളും അവരുടെ സമാഹാരമാണ്, കൂട്ടം. ചന്ദ്രതാരകങ്ങളും അവിടെ നിഷ്പ്രഭമാണ്. നേമാ വിദ്യുതോ ഭാന്തി, വിദ്യുത്തുകൾ, വിദ്യുത്ത് എന്താണ്? സൗദാമിനി, ഇടിമിന്നൽ. വിദ്യുത്തുകളും ഇടിമിന്നലും അതിന്റെ മുമ്പിൽ നിഷ്പ്രഭമാണ്. കുതോയം അഗ്നിഹി, പിന്നെ അഗ്നിയുടെ കാര്യം പറയേണ്ടതുണ്ടോ? നമ്മുടെ ലൗകികമായ അഗ്നിയുടെ കാര്യം പിന്നെ അവിടെ പറയേണ്ടതുണ്ടോ? എന്നാൽ തമേവ ഭാന്തം അനുഭാതി സർവം, എന്നാൽ ആ തേജസ്, ആ പരമമായ ബ്രഹ്മത്തിന്റെ തേജസ് പ്രകാശിച്ചു കൊണ്ടിരിക്കെ സർവം അനുഭാതി, എല്ലാം പിന്നെ എന്ത് ചെയ്യുന്നു? അതിനുശേഷം എല്ലാം പ്രകാശിക്കും. ആ തേജസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താണ്? എല്ലാ തേജസ്സും ഉണ്ട്. സൂര്യ തേജസ് ഉണ്ട്, ചന്ദ്ര തേജസ് ഉണ്ട്, നക്ഷത്ര തേജസ് ഉണ്ട്, നമ്മുടെ ലൗകികമായ അഗ്നിയുടെയും എല്ലാറ്റിന്റെയും ഇടിമിന്നലിന്റെയും എല്ലാ തേജസ്സും അതുണ്ടെങ്കിലേ ഉള്ളൂ. അതില്ലെങ്കിൽ പിന്നെ യാതൊന്നുമില്ല എന്നർത്ഥം. തസ്യ ഭാസ സർവമിതം വിഭാതി, അതിന്റെ തേജസ് കൊണ്ടാണ് എല്ലാം തന്നെ പ്രകാശിക്കുന്നത്. അപ്പോൾ സ്ഫാരജ്യോതിസ് സ്വഭാവേ, സ്ഫുരിക്കുന്നതായ ആ ജ്യോതിസ് സ്വഭാവത്തിൽ
യത് ചിത് സൗരാതപേ, അതിന്റെ ചിത്തിന്റെ സൂര്യ തേജസ്സിൽ നിഖില ക്ഷേത്രി ഖദ്യോത ദീപ്തി, എല്ലാ ക്ഷേത്രികളുടെയും, ക്ഷേത്രികൾ എന്താ ക്ഷേത്രി എന്ന് പറഞ്ഞാല്, ക്ഷേത്രം ഉള്ളത് ക്ഷേത്രി അല്ലെ, പ്രാണനുള്ളത് പ്രാണി എന്ന് പറയുന്നത് പോലെയാണ് അല്ലെ. അത് ഉള്ളത് എന്ന അർത്ഥത്തിലാണ് ഇനി പ്രത്യേകം സംസ്കൃതത്തിൽ വെക്കുക. അപ്പോ പ്രാണനുള്ളത് പ്രാണി എന്ന് പറയാം അല്ലെ, പ്രാണനുള്ളത് പ്രാണി. ഇനി ഒന്നോല് അത് ഉള്ളത് എന്ന അർത്ഥത്തില്, അല്ലെങ്കിൽ അത് ശീലമാക്കിയത് എന്ന അർത്ഥത്തില്. ആനയെ കരി ഹസ്തി എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ്? കരം ഉള്ളത് കരി, ആനയുടെ തുമ്പിക്കരം അല്ലെ, പ്രത്യേകമായ ഒരു അഴക് തന്നെയാണ് ആനയുടെ ആ തുമ്പിക്കൈ. മറ്റ് മൃഗങ്ങൾക്കൊന്നും കാണാത്തതാണ് ഈ തുമ്പിക്കൈ. അപ്പൊ അതുകൊണ്ടാണ് ആനയെ കരി എന്ന് പറയുന്നത്. സവിശേഷമായ ശോഭയോടുകൂടിയ ഒരു കരമുള്ള മൃഗം എന്ന അർത്ഥത്തിലാണ് ആനയെ നമ്മൾ കരി എന്ന് പറയുന്നത്. എടുത്ത് പറയത്തക്ക വിധത്തിൽ ഉള്ള അഴകും അതിനുണ്ട്. അതുകൊണ്ടാണ് അതിനെ കരി എന്ന് പറയുന്നത്. പ്രത്യേകമായി പറയത്തക്ക വിധത്തിൽ വേണം അല്ലെ. അവരെ എല്ലാത്തിനും പ്രാണനുണ്ടെങ്കിൽ പ്രാണി എന്ന് പറയും. അല്ലെങ്കിൽ അത് ശീലമുള്ളതിനെയും ആ ഇനി എന്ന പ്രത്യേകം വയ്ക്കും അല്ലെ. ഇപ്പോ മന്ത്രി എന്താണ് മന്ത്രി എന്ന് പറയുന്നത്? മന്ത്രണം ചെയ്യുന്ന തൊഴിൽ ആയിട്ടുള്ളവനാണ് മന്ത്രി എന്ന് പറയാം. മന്ത്രണം ചെയ്യുന്നതാണ് തൊഴില്. മന്ത്രണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവിന് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അഡ്വൈസ് അതെങ്ങനെ കൊടുക്കണം? രഹസ്യമായിട്ട് രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ശീലമുള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത്? മന്ത്രി എന്ന് പറയുന്നത്. മന്ത്രിണൗ മന്ത്രിണഹ എന്നാണ് അതിന്റെ രൂപങ്ങൾ വരിക. കരിണൗ കരിണഹ എന്ന് പറയുന്നത് പോലെ. ഇതിന്റെയൊക്കെ സ്ത്രീലിംഗം എന്താ വരിക? ഇന് എന്നുള്ളതെന്നാ ഈ സ്ത്രീലിംഗം പ്രത്യേകം വയ്ക്കുക. അതുകൊണ്ടാണ് ഇണി എന്ന് വരുന്നത്. കരിണി, ഹസ്തിനി, ദന്തിനി എന്ന് പറയുന്നത്. അതുപോലെ മന്ത്രിക്ക് മന്ത്രിണി എന്നൊരു സ്ത്രീലിംഗ രൂപം ഉണ്ട് കേട്ടോ. ആരും പറയാറില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോ എന്താണ് ഇവിടെ? ക്ഷേത്രി എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ഉള്ളത് ക്ഷേത്രി. എന്താണ് ക്ഷേത്രം? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗീതയില്, ഭഗവത്ഗീതയില്. ഹേ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, ഇതം ശരീരം ക്ഷേത്രമിത്യഭിധീയതേ, ഈ ശരീരമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം അല്ലെ. ക്ഷപിപ്പിക്കുന്നതിനുള്ളതാണ് ഈ ശരീരം. നമ്മുടെ ജന്മജന്മാന്തരങ്ങളെ ക്ഷപിപ്പിക്കുക. ഈ ശരീരമൊക്കെ നമുക്ക് കിട്ടി, കർമ്മകുശലമായ ശരീരം കിട്ടി. ഇത് ശരീരത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ല ബുദ്ധിയും തന്നിട്ടുണ്ട് മനുഷ്യജന്മത്തിൽ. അപ്പോ ശ്രേയസ്കരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ശ്രേയസ്കരമല്ലാത്ത കാര്യങ്ങൾ എന്താണ് എന്ന് വിവേചിച്ചറിഞ്ഞ് ശ്രേയസ്കരമായ കാര്യങ്ങളെ എങ്ങനെ ചെയ്യണം? യജ്ഞകർമ്മങ്ങളെ ഫലേച്ഛ കൂടാതെ നിഷ്കാമമായി അനുഷ്ഠിച്ച് ചെയ്യാൻ പറ്റും. വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ജന്മങ്ങളെ ക്ഷപിപ്പിക്കുവാൻ. ക്ഷപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാതെയാക്കുക. ജന്മങ്ങളെ, പുനർജന്മങ്ങളെ ഇല്ലാതെയാക്കി തീർക്കുവാൻ നിനക്ക് തന്നിട്ടുള്ള ഉപാധിയാണ് ഈ ശരീരം. അതുകൊണ്ട് ഇതെന്താണ്? ഇത് ക്ഷേത്രമാണ്. ഈ ശരീരം നിനക്ക് ക്ഷപിപ്പിക്കാൻ കഴിയുന്നതാണ്. ഇതിനെ നിനക്ക് ദഹിപ്പിച്ച് കളയാൻ കഴിയും. ദേഹം, ഇത് ദേഹമാണ്. ഇത് ദഹിച്ച് കഴിയുന്നതോടുകൂടി എന്താണ്? ഇനി നിനക്ക് ജന്മം തന്നെ ഇല്ലാതെയിരിക്കാൻ പറ്റും. നിനക്ക് നിന്റെ സർവ കർമ്മഫലങ്ങളെയും ഇതിലൂടെ ക്ഷപിപ്പിച്ച് കളയാം. എങ്ങനെ കർമ്മഫലത്തെ ക്ഷപിപ്പിക്കുക? നിഷ്കാമമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കർമ്മഫലങ്ങൾ നമുക്ക് നമ്മുടെ ദേഹത്ത് സ്പർശിക്കുകയില്ല. താമരയിലയിൽ വീണ വെള്ളം പോലെ അത് നമ്മളെ ബാധിക്കാതെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ശരീരം നീ ഓർത്തുകൊള്ളൂ അർജുന, ഇത് ക്ഷേത്രമിത്യഭിധീയതേ. അപ്പൊ നിന്റെ കർമ്മം നീ നിഷ്കാമമായിട്ട് ചെയ്യണം. നീ ഇപ്പൊ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, കുലക്ഷയെ പ്രദുഷ്യന്തി കുലസ്ത്രീയ എന്നൊക്കെ നീ അവിടെ പറയണ്ടായി. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നിനക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ്. അതിനല്ല നിന്നെ വെച്ചിരിക്കുന്നത്. നിന്റെ കർമ്മം നീ അനുഷ്ഠിക്കുക. ബാക്കി അതിലപ്പുറം നിൽക്കാൻ നിന്നേക്കാളും ശക്തനായിട്ടുള്ള, സർവശക്തമായിട്ടുള്ള ദൈവിക ശക്തികളൊക്കെ അവിടെ ഉണ്ട്. നീ നിന്റെ കർമ്മം അനുഷ്ഠിക്കുക. ഒരു യോദ്ധാവ് എന്ത് ചെയ്യണം? അവൻ ആയോധനം
ചെയ്യണം. അതിന്റെ ഫലം എന്താണ് അത് നോക്കാനൊക്കെ വേറെ ആളുകൾ ഉണ്ട്, ഭരണകർത്താക്കളൊക്കെ അവിടെയുണ്ട്. അപ്പൊ അത് നീ അനുഷ്ഠിച്ചാൽ മതി എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ക്ഷേത്രമാണ് ഈ ശരീരം. അപ്പൊ ക്ഷേത്രി എന്ന് പറയുന്നതോ ശരീരം ഉള്ളത്, ദേഹവും ദേഹിയും എന്നതുപോലെ. ഇത് ദേഹം, ഇതിലുള്ള ചൈതന്യമാണ്, ആത്മാവാണ് ദേഹി. അതുപോലെ ഇത് ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൽ വസിക്കുന്നവനാണ് ക്ഷേത്രി. നിഖില ക്ഷേത്രികൾ, എല്ലാ ക്ഷേത്രികളുമാകുന്ന, എല്ലാ ആത്മാക്കളുമാകുന്ന ഖദ്യോതങ്ങളുടെ, ആ ആത്മാക്കളൊക്കെ എന്താണ്? മിന്നാമിനുങ്ങ് പോലെയുള്ളൂ, അസംഖ്യം മിന്നാമിനുങ്ങൾ. ഈ മിന്നാമിനുങ്ങളുടെ എല്ലാം ദീപ്തി, ഈ ചിത്താകുന്ന, ഈ ദേവന്റെ ചിത്താകുന്ന സൗര തേജസ്സിൽ നിഷ്പ്രഭമായി പോകും. ഇതാണ് നമ്മള് കൈവല്യം എന്നൊക്കെ പറയുന്ന, കൈവല്യം, നിർവൃതി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൈവല്യം എന്താണ്? കേവലമായ ഭാവം, കേവലം ഒന്ന് മാത്രമായിരിക്കുന്ന ഭാവത്തെയാണ് കൈവല്യം എന്ന് പറയുക. ഒന്ന് മാത്രം, വേറെ യാതൊന്നും ഇല്ല. അപ്പൊ എന്താണ്? ഓരോ ക്ഷേത്രിയും എന്താണ്? ഇതിൽ വിലയം പ്രാപിക്കും. അപ്പൊ എന്താണ്? പരമമായ ഒരു തേജസ് മാത്രം. ഇതെന്തുപോലെയാണ് നമ്മൾ സാധാരണ പറയുന്ന ഉപമകളൊക്കെ ഉണ്ട്, ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരു ജലാശയത്തില് ഒരു സൂര്യബിംബം കാണുന്നു, അതില് 100 ഘടങ്ങൾ നമ്മൾ വെച്ചാൽ ആ 100 ഘടത്തിലും സൂര്യബിംബം ഉണ്ടാകും. ആ 100 ഘടങ്ങളും പൊട്ടിപ്പോയാൽ എന്താണ്? ക്ഷേത്രം ഇല്ലാതെയാകുന്നത് പോലെ ഈ 100 ഘടങ്ങളും പൊട്ടിപ്പോയാൽ എന്താണ്? ഒരൊറ്റ സൂര്യബിംബം മാത്രമേ അതിലുണ്ടാവുള്ളൂ, കേവലം ഒന്ന്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൈവല്യം എന്ന് പറയുന്നത്. ഓരോ ഘടത്തിലും എന്തുണ്ട്? ഓരോ കുടത്തിലും എന്തുണ്ട്? അതിലൊരു സൂര്യബിംബം ഉണ്ട്. അത് എപ്പോഴാണ് അതിലില്ലാതെയാവുന്നത്? ഒരേ സൂര്യനിൽ ലയിക്കുന്നത് എപ്പോഴാണ്? ഇതിന്റെ ആവൃതിയുണ്ട് അല്ലെ? ഒരു കുടത്തിൽ വെള്ളം, ആ വെള്ളം എന്താണ്? ആ വെള്ളം ഈ കുടത്തിന്റെ തൊണ്ടുകൊണ്ട് അത് ആവരണം ചെയ്തിരിക്കുക. അതങ്ങ് പൊട്ടിയാൽ എന്താണ്? ആവരണം, ആവൃതി പോയാൽ എന്തായി? നിർവൃതി. ആവൃതി ഇല്ലാത്ത അവസ്ഥയാണ് നിർവൃതി എന്ന് പറയുന്നത്. അപ്പോ നിർവൃതി ഉണ്ടാകുമ്പോ എന്താണ്? കൈവല്യം, കേവലം ഒന്നായിട്ട് തീരുന്നു. അപ്പൊ ഇതാണ് ഈ പദങ്ങളൊക്കെ, കൈവല്യം, നിർവൃതി, ഈ പദങ്ങളൊക്കെ വലിയ വേദാന്തപരമായ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ആ ഈ കൈവല്യം ഉളവാകുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? എല്ലാ ജ്യോതിസുകളും മറ്റെല്ലാ ഖദ്യോതങ്ങളും ഇല്ലാതെയായി തീരും. അതായത് ഈ ദേവ ചൈതന്യത്തിൽ എല്ലാ ജീവാത്മ ചൈതന്യവും എന്താണ്? വിലയം പ്രാപിച്ച് കേവലം ഒന്നായി തീർന്നു, കൈവല്യാവസ്ഥയെ പ്രാപിക്കുന്നു. ജീവാത്മാക്കൾക്ക് എന്തുണ്ടാകുന്നു? അവർക്ക് നിർവൃതി ഉണ്ടാകുന്നു. അവരുടെ തേജസ്സിനെ ആവരണം ചെയ്തിരിക്കുന്ന ആ കുടത്തിന്റെ പുറന്തുണ്ട്, അത് പോകുമ്പോ എന്താണ്? നിർവൃതി, ആവൃതി ഇല്ലാതെയായി തീരുന്നു. അപ്പൊ ഈ വിധത്തിൽ യച്ചിത് സൗരാതവേ, ഏതൊരു ദേവന്റെ ചിത്സൂര്യ ആതപത്തിൽ നിഖില ക്ഷേത്രി ഖദ്യോത ദീപ്തി, എല്ലാ ക്ഷേത്രികളുടെയും ജീവാത്മാക്കളുടെയും ഖദ്യോത ദീപ്തി, മിന്നാമിനുങ്ങിന്റെ ശോഭ എന്തായിത്തീരുന്നു? ലീയതേ ഇവ, അതിൽ വിലയം പ്രാപിക്കുന്നത് പോലെ ആകുന്നത്, ലയിച്ചു ചേരുന്നത്. അല്ലാതെ അതൊന്നും നശിക്കുകയല്ല. അതെന്താണ്? അതിൽ ലയിക്കുകയാണ്, അതതിന്റെ കാരണങ്ങളിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നാശമല്ല. ഇതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ജീവികൾക്ക് എന്തുണ്ടാകുന്നത്? ഈ മൃത്യുഭയം വരുന്നത് ഇതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ സ്പൃഹണീയമായ ഒരവസ്ഥയാണ്. നമ്മൾ ശിവനെ എപ്പോഴും എന്തായിട്ടാണ് പറയുന്നത്? ഉഗ്രമൂർത്തി എന്നാണ് നമ്മൾ പറയാറ്. ത്രിമൂർത്തികളിൽ ഉഗ്രമൂർത്തി എന്ന് പറയുന്നു. എന്താണ് ഉഗ്രമൂർത്തി എന്ന് പറയുന്നത്? നമ്മളെ ലയിപ്പിക്കുന്നത് കൊണ്ടാണ് അല്ലെ? സംഹരിക്കുന്നത് കൊണ്ടാണ്. സംഹരിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുകയല്ല, ലയത്തിലേക്ക് നയിക്കുക, ലയിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രകർഷേണയുള്ള ലയം, പൂർണ്ണമായി എല്ലാം ലയിക്കുന്നതാണ് എന്ത്? പ്രലയം. അതാണ് നമ്മൾ പ്രളയം എന്ന് പറയുന്നത്. നമ്മൾ ലാ എന്ന് ഉച്ചരിക്കുന്ന പ്രളയം. അപ്പൊ എന്താണ് വാസ്തവത്തിൽ ഈ ദേവൻ ചെയ്യുന്നത്? എന്താണ്?
ഈ ദേവൻ മാതാപിതാക്കന്മാരായിട്ട് പറഞ്ഞിട്ടില്ല, ശിവപാർവതിമാരെ എല്ലാവരെയും തന്നിലേക്ക് ലയിപ്പിക്കുന്നു, തന്റെ പ്രകൃതത്തിലേക്ക് തന്നിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്തുപോലെയാണത്? മാതാപിതാക്കന്മാരുടെ സ്വഭാവം അത്. മക്കളെ എന്ത് ചെയ്യും? എപ്പോഴും തങ്ങളിലേക്ക് അങ്ങോട്ട് ലയിപ്പിക്കാനാണ് ഒരു വ്യഗ്രത, അല്ലെ? നമ്മളിപ്പോ കുട്ടികളെ നോക്കിയാൽ മതി. ഒരു കുട്ടി ഇരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ അമ്മ കുറച്ചു നേരം നോക്കി ഇരിക്കുള്ളൂ, കളിക്കരുത്. അപ്പോഴേക്കും അതിന്റെ അടുത്ത് കൂടി അതിനെ കളിപ്പിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും അതിനെ വാരിയെടുത്തു. അതുകൊണ്ടും മതിയാവില്ല. അതിനെന്താണ്? അതിനെ ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ആശ്ലേഷിക്കുന്നു. എന്താണത്? തന്നിലേക്ക് അങ്ങോട്ട് ചേർക്കാനുള്ള വ്യഗ്രതയാണ് ഈ ആശ്ലേഷത്തിലൂടെയും ചുംബനത്തിലൂടെയും എല്ലാം കാണുന്നത്. ഇതിന് തന്നെയാണ് ഇത് ദൈവികമായ വിഷയത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്നത് പ്രലയം, അതിലേക്ക് ഒന്നിച്ചു ചേരുക. അതാണ് നടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ എന്തുണ്ടാവില്ല? മരണത്തെ നമ്മൾ ഒരിക്കലും ഭയപ്പെടുകയില്ല. അവിടെയാണ്. അപ്പൊ നമ്മള് അതിലേക്ക് അത് എന്താണ്? ഈശ്വരച്ഛ അനുസരിച്ച് ഏത് സമയത്ത് നമ്മൾ ഇതുപോലെ ഈ ഖദ്യോതങ്ങൾ സൗരദീപ്തിയിൽ ഇല്ലാതെയാകുന്നത് പോലെ ആ മഹാതേജസ്സിൽ നമ്മൾ വിലയം പ്രാപിക്കുന്നത് എപ്പോഴാണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സർവാത്മന നമ്മളതിനെ സ്വാഗതം ചെയ്യുകയേ ഉള്ളൂ. മൃത്യുഭയം എന്നത് നമുക്ക് ഇല്ലാതിരിക്കും. അപ്പൊ ആ വിധത്തിൽ യച്ചിത് സൗരാതപേ നിഖില ക്ഷേത്രി ഖദ്യോത ദീപ്തി, എല്ലാ ക്ഷേത്രികളുടെയും ജീവാത്മാക്കൾ ആകുന്ന ആ എന്താണ് ഖദ്യോതത്തിന്റെ മിന്നാമിനുങ്ങിന്റെ ശോഭ ഈ ദേവന്റെ ചൈതന്യത്തിൽ ലയം പ്രാപിക്കുന്നത് പോലെ ഇരിക്കുന്നു. അപ്പോൾ ആ ദേവൻ നമ്മുടെ ദുർദൈവങ്ങളെ, നമുക്ക് ഉണ്ടാകുന്ന ഭാഗ്യദോഷങ്ങളെയെല്ലാം എന്ത് ചെയ്യട്ടെ? നിർദ്ദയം ഹന്തു. അപ്പൊ നമുക്ക് ആ ദേവനെ തന്നെ സ്തുതിക്കുന്നതിനും സ്മരിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഉള്ള അവസ്ഥ നമുക്കുണ്ടാകണം. അപ്പോഴാണ്, കാരണം എന്താണ്? നമ്മളൊക്കെ മനുഷ്യരാണ്, മാനുഷികമായ പരിമിതികളും നമുക്കുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആ ദേവനിൽ നമുക്ക് ഏകാഗ്രചിത്തരായി ഇരിക്കണമെങ്കിൽ അതിനുള്ള സ്വസ്ഥത നമുക്ക് ഉണ്ടാകണം. ആ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ എല്ലാ ദുർദൈവങ്ങളെയും നീക്കിക്കളയട്ടെ. അല്ലാതെ നമുക്ക് ഈശ്വരനെ മറന്നുകൊണ്ട് സ്വൈരവിഹാരം നടത്താനല്ല അത്, അല്ലേ? നമ്മള് അഷ്ടാംഗയോഗം പറയുമ്പോ നമ്മൾ പറയാറുണ്ട് യമ നിയമ ആസനം എന്ന് പറയാറുണ്ട്. ആസനം എന്താണ്? ഇരിപ്പാണ്. എങ്ങനെയുള്ള ഇരിപ്പാണ്? ഏകാഗ്രചിത്തരായി ഇരിക്കുന്നതിന് വേണ്ടതായ സൗകര്യം നമുക്ക് ഉണ്ടാകണം, സുഖരത്വം ഉണ്ടാകണം. ഏകാഗ്രചിത്തരായി ഇരിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് നമുക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകണം. അതിനാണ് നമ്മുടെ ക്ലേശങ്ങളെയെല്ലാം നീക്കിക്കളയട്ടെ എന്ന് പറയുന്നത്. അല്ലാതെ ക്ലേശങ്ങളൊക്കെ നീങ്ങി ഇനി ഈശ്വരനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട എന്ന് വിചാരിച്ച് ഓടി നടക്കാനല്ല, ഏകാഗ്രചിത്തരായി ഈശ്വരാരാധന നടത്തുന്നതിനാണ് നമ്മുടെ വിപരീതമായ കാലാവസ്ഥകളെ അല്ലെങ്കിൽ സ്ഥിതിവിശേഷങ്ങളെ എല്ലാം നീക്കിക്കളയട്ടെ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായി ഇതിന്റെ അർത്ഥം? മുന്നിലൂടെ, ഇവിടെ എങ്ങനെയാണ്? പ്രാക്, മുന്നിൽ, അതിരഭസവഹത്, അതിരഭസം, രഭസം എന്താണ്? വേഗം. തന്റെ മുന്നിലൂടെ അതിരഭസമായി, സത്വരമായി, വഹത്, വഹിച്ചുകൊണ്ടിരിക്കുക. വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവഹിക്കുക, ഒഴുകുക എന്ന് അർത്ഥമാണ്. വഹിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നാണ് ശരിക്കും അർത്ഥം, പ്രവഹിക്കുക. അപ്പോ മുന്നിലൂടെ അതിസത്വരമായി വർദ്ധിച്ച വേഗത്തിൽ വഹത് വഹിക്കുന്നതായ സ്വർണദീ നിർഹസത്, സ്വർണദി എന്താണ്? സുരദീർഘിക, അതായത് ഗംഗാനദി, അല്ലെ? ഗംഗാനദിയെ മന്ദാകിനിയെ നിർഹസത്ത്, മന്ദമായി അകിക്കുന്നത്. അകിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വളഞ്ഞ് പൊളഞ്ഞ് ഒഴുകുക എന്നാണ് അകിക്കുക എന്ന് പറഞ്ഞ അർത്ഥം. അപ്പൊ മന്ദമായി വളഞ്ഞ് പൊളഞ്ഞ് ഒഴുകുന്ന നദി, അതാണ് മന്ദാകിനി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ അതിരഭസമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന നദിയെ നോക്കി നിർഹസത്,
നിശേഷേണ ഹസിക്കുന്നതായ ജ്യോതിസാണ്. അപ്പൊ അതിനെ നോക്കുക. ആ മന്ദാകിനി ഇങ്ങനെ ഗമിക്കുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെയോ ദൃഗ്വൃത്തിഗ്രാസയോഗ്യ സ്ഫുരിത തനുഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം കൊണ്ടും ഒന്ന് എന്താണ്, ദേവിയുടെ, പാർവതീദേവിയുടെ കടാക്ഷം തന്നിലേറ്റുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുന്നിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന നദിയെ എന്താണ്, മന്ദഹാസത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാം കൊണ്ടും എന്താണ്, ആകെ കൂടി സന്തോഷകരമായിരിക്കുന്ന അവസ്ഥയിലാണ് ആ ദേവൻ അവിടെ ഇരിക്കുന്നത്. അതിരഭസമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന സ്വർനദിയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദേവൻ. അപ്പോ ആ നദിയുടെ പ്രതീകമാണ് എന്ത്, അവിടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതായ നദി. അതിനെ നോക്കി എന്താണ് ഹസിച്ചു കൊണ്ടിരിക്കുന്നതും. ദൃഗ്വൃത്തിഗ്രാസയോഗ്യം, കണ്ണിന്റെ വൃത്തിയായ കടാക്ഷം കൊണ്ട് ഗ്രസിക്കുന്നതിന് അതീവ തൃഷ്ണയോടുകൂടി നോട്ടത്തിലൂടെ പാനം ചെയ്യുന്നതിന്, ആസ്വദിക്കുന്നതിന് യോഗ്യമായ വിധത്തിൽ സ്ഫുരിതമായ തനുവോടെ, ശോഭിക്കുന്ന ശരീരത്തോടെ, വൈക്കദേശാശ്രയ, വൈക്കദേശത്തെ ആശ്രയിച്ചിരിക്കുന്ന ദേവൻ. പിന്നെന്താണ്, അതോടൊപ്പം തന്നെ വൈക്കദേശത്തെ ആശ്രയിച്ചിരിക്കുന്നതും അചലദുഹിതാവിന്റെ, പർവ്വത പുത്രിയുടെ, ഹൈമവതിയുടെ, ഹിമവത് പുത്രി ഹൈമവതിയുടെ കടാക്ഷങ്ങളാകുന്ന, കണ്ണുകളാകുന്ന വണ്ടുകൾക്ക്, ഭ്രമരങ്ങൾക്ക് ആവാസമായിരിക്കുന്ന, അവയുടെ വിശ്രാന്തി സ്ഥാനമായിരിക്കുന്ന പത്മത്തിൽ എന്താണ്, സ്ഫാരജ്യോതി സ്വഭാവേ. അതെങ്ങനെയുള്ളതാണ് ആ പത്മം? എങ്ങനെയാണ്? സ്ഫാരജ്യോതി സ്വഭാവം. അപ്പൊ ആ പത്മം തന്നെയാണ് ഈ ദേവൻ. പത്മത്തിലാണല്ലോ ഭ്രമരം രസിക്കുന്നത്. അപ്പോ ദേവിയുടെ കടാക്ഷമാകുന്ന ഭ്രമരങ്ങൾക്ക് വിശ്രാന്തി സ്ഥാനമായിരിക്കുന്നതായ ആ ദേവൻ. അതുപോലെ സ്ഫാരജ്യോതി സ്വഭാവേ, സ്ഫുരിക്കുന്നതായ ജ്യോതി സ്വഭാവത്തോട് കൂടിയിരിക്കുന്ന ആ ദേവനിൽ യച്ചിത് സൗരാതവേ, ആ ദേവന്റെ ചിത്താകുന്ന സൂര്യ തേജസ്സിൽ, ചിത് സൂര്യന്റെ തേജസ്സിൽ, നിഖില ക്ഷേത്രി ഖദ്യോദീപ്തി, എല്ലാ ക്ഷേത്രികളുടെയും ജീവാത്മാക്കളുടെയും ഖദ്യോദീപ്തി, ഖദ്യോദ സമാനമായ ആ തേജസ്, പരബ്രഹ്മത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ ജീവാത്മ തേജസ് എന്താണ്? അതെല്ലാം മിന്നാമിനുങ്ങ് പോലെയേ ഉള്ളൂ. ആ മിനുങ്ങിന്റെ ദീപ്തി ഏതൊരു ദേവന്റെ മഹാതേജസ്സിൽ വിലീനമായി തീരുന്നുവോ, അങ്ങനെയുള്ള ആ ദേവൻ നഹ ദുർദൈവം നിർദയം ദഹതു. ആ ദേവൻ നമ്മുടെ ദുർദൈവങ്ങളെ നിർദ്ദയമായിട്ട് എന്ന് പറഞ്ഞാല് അവയെ നശിപ്പിക്കുന്നതിൽ ഒരു ദയയും കാണിക്കരുത്, ഒന്നിനെയും അവശേഷിപ്പിക്കരുത്, പൂർണ്ണമായും നാമാവശേഷമാകട്ടെ. ഇതാണ്. അപ്പോ ദുരിതങ്ങളെ നിഗ്രഹിക്കുന്നതിലാണ് ദേവന്റെ നിർദ്ദയത്വം. അല്ലാണ്ട് നമ്മളോട് കാണിക്കുന്ന ഭാവമല്ല നിർദ്ദയത്വം. ദുരിതങ്ങളോട് നിർദ്ദയമായി അതിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് കളയട്ടെ എന്ന് അർത്ഥം. അപ്പോ പ്രാക്ക് മുന്നിലൂടെ അതിരഭസമായി പ്രവഹിക്കുന്ന നദിയെ നോക്കി ഹസിച്ചുകൊണ്ടിരിക്കുന്നതും, ദൃഗ്വൃത്തി കൊണ്ട് കണ്ണുകളുടെ, മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ തൃഷ്ണയോടുകൂടി ആലോകനം ചെയ്യുന്നതായ പാനം, അങ്ങനെ പാനം ചെയ്യുന്നതിന് യോഗ്യമായ വിധത്തിൽ മസൃണഭാവത്തോടെ, സ്ഫുരിക്കുന്ന ശരീരത്തോടെ വൈക്കദേശത്തെ ആശ്രയിച്ചും അചലദുഹിതാവിന്റെ, പാർവതിയുടെ, ഹൈമവതിയുടെ ദൃക്കുകളാകുന്ന, കണ്ണുകളാകുന്ന ഭ്രമരങ്ങൾക്ക് വിശ്രാന്തി സ്ഥാനമായ പത്മമായിരിക്കുന്നവനും, സ്ഫുരിക്കുന്ന ജ്യോതിസ് സ്വഭാവത്തോടു കൂടിയ ഏതൊരു ദേവന്റെ ചിത് സൂര്യന്റെ വെളിച്ചത്തിലാണോ എല്ലാ ക്ഷേത്രികളാകുന്ന ജീവാത്മാക്കളുടെയും മിന്നാമിനുങ്ങളുടെ ശോഭ
ലീനമായി തീരുന്നത് പോലെ പ്രകാശിക്കുന്നത്, ലീനമായി തീരുന്നത് പോലെ വർത്തിക്കുന്നത്, അതിൽ ലയിക്കുന്നത് പോലെ ഇരിക്കുകയാണ്. അതിലെല്ലാം എന്താണ് കൈവല്യം ഭാവിച്ചിരിക്കുന്നത്. സഹ അയം, അങ്ങനെയുള്ള ആ ദേവൻ വൈക്കത്തപ്പൻ നഹ ദുർദൈവം നിർദയം ഹന്തു, അദ്ദേഹം നമ്മുടെ ദുർദൈവങ്ങളെ നിർദയമായി തന്നെ നീക്കിക്കളയട്ടെ, നിഹനിക്കട്ടെ, പൂർണ്ണമായും മാറ്റിക്കളയട്ടെ എന്ന് അർത്ഥം. അപ്പൊ ഭഗവാൻ പ്രസന്ന ഭാവത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എന്നത് വളരെയേറെ എന്താണ് നമുക്ക് ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. ആ വിശ്വാസം നമുക്ക് ഉണ്ടാക്കുന്നതിന് ഏറ്റവും യോഗ്യമാണ് അത്. ഇപ്പൊ നിർവൃതി എന്നുള്ളതിന്റെ അർത്ഥവും ഇതിനകത്ത് സ്പഷ്ടമായി തീരുന്നുണ്ട് അല്ലെ. നിർവൃതി, എല്ലാ ഖദ്യോത ജ്യോതിസും അതിൽ വിലയം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഖദ്യോതത്വം ഇല്ല. മിന്നാമിനുങ്ങ് എന്ന് പറയുമ്പോൾ ഒരു മിന്നാമിനുങ്ങ്, ഒരു ചെറിയ എന്താണ് പറയാ, വേറെ വാക്കെന്താ മിന്നാമിനുങ്ങ്, തൈജസ കീടം എന്നൊക്കെ പറയുന്നുണ്ട്. തൈജസ കീടം, തേജസ്സോട് കൂടിയതായ ഒരു കീടം. ആ കീടത്തിന്റെ ഭാവം അങ്ങ് പോയി. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? തേജസ് മാത്രമേ ഉള്ളൂ. ആ തേജസ് ശരിയായ തേജസ്സിൽ വിലയം പ്രകടിപ്പിക്കുന്നു. അപ്പൊ ഒറ്റ തേജസ് ആയതുകൊണ്ട് കൈവല്യം എന്ന അവസ്ഥയായി. അതിന്റെ ആ തൈജസ കീടത്തിന്റെ ആ അവസ്ഥ മാറിപ്പോകുമ്പോ ആ വ്യക്തിഗതത്വം പോകുമ്പോ എന്തായി തീർന്നു? നിർവൃതിയും ആയിത്തീർന്നു. അപ്പൊ നിർവൃതിയിലേക്ക് നയിക്കുന്ന ദേവനാണ് എല്ലാ ജീവാത്മാക്കളെയും തന്നിലേക്ക് സ്വീകരിച്ച് വിലയം പ്രാപിപ്പിച്ച് എന്താണ് പ്രളയം ത്തിലേക്ക് നയിക്കുന്നത്, ഒന്നായി തീർക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ളതായ ആ ദേവനാണ് അവിടെ കുടികൊള്ളുന്നത്. ദേവന്റെ മസരണഭാവത്തിലുള്ള ഇരിപ്പായത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഭക്തന്മാർക്ക് ആർക്കും എന്താണ് മനോധൈര്യത്തോടുകൂടി, മനോവിശ്വാസത്തോടുകൂടി ഈ ദേവനെ സമീപിക്കാൻ കഴിയും. ഈ അർത്ഥമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് ദുർദൈവം നിർദയം ഹന്തു അതിരപസവാഹത് സ്വർണദീ നിർഹസത് പ്രാക് ദൃഗ്വൃത്തിഗ്രാസയോഗ്യ സ്ഫുരിതതനുരയം വൈക്യദേശാശ്രയോ നഃ യച്ചിത് സൗരാതപേ ലീയതൈവ നിഖിലക്ഷേത്രി ഖദ്യോദീപ്തി സ്ഫാരജ്യോതിസ്വഭാവേ അചിലദുഹിതൃതി ഇന്ദിരാവാസപത്മേ. അസ്തു, നമസ്കാരം. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇന്നത്തെ ഈ പ്രഭാഷണത്തെ കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ അതിനാകാം അതിനുള്ള സമയം. ആർക്കെങ്കിലും? എനിക്ക് ഇത് വായിച്ചപ്പോഴേ സാറേ തോന്നിയൊരു സംശയം, ഈ വൈക്കത്തമ്പലത്തിന്റെ മുമ്പിലൂടെ നദി ഒഴുകുന്നുണ്ടോ? അവിടെ കായലല്ലേ ഉള്ളത്? സാറ് ഫ്രാൻസിസ് സാറ് മ്യൂട്ടാ. ഇവിടെ വാഹിനിയെ എന്താണ് ആ വാഹിനി, അപ്പൊ കായൽ തന്നെ എന്താണ്? കായൽ തന്നെ അതിന്റെ ശരിക്കും അത് പ്രത്യേകവും കൂടിയാണ്. കായൽ എന്തിനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുന്നതാണ്? സമുദ്രവുമായി ഒന്നു ചേരാനായിട്ട് നിൽക്കുന്ന നദീജലത്തിന്റെ ഒരു സമാഹാരമാണ് ശരിക്കും കായൽ എന്ന് പറയുന്നത്. എല്ലാം കൂടെ അതിലേക്ക് അല്ലെ, അതിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയാണ്. ക്രമേണ കായലിലെ ജലം മുഴുവൻ ബാക്ക് വാട്ടേഴ്സ് എന്നാണ് പറയുന്നത്. അത് മുഴുവൻ എന്ത് ചെയ്യാണ്? അതിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? വാഹിനി എന്നൊരു പദമാണ് അതിനെ അവിടെ ശരിക്ക് യോജിക്കുന്നത്. വാഹിനി, വഹിക്കുന്നത് എന്ന അർത്ഥമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണല്ലോ എന്താണ് അതിരഭസ എന്താണ് സ്വർണദീ നിർഹസത്, സ്വർണദിയെ നിർഹസിക്കുന്നത്, അതിനെ നോക്കി ഹസിക്കുന്നതാണ്. അപ്പൊ രഭസത്തോട് കൂടിയിട്ട് വേഗത്തോടു കൂടി അതിൽ വിലയം പ്രാപിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന എന്താണ് നദികളുടെ സമാഹാരം, കൂട്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ വാഹിനി എന്ന് അവിടെ പറഞ്ഞത്. കായലായിട്ട് പിന്നെ പ്രത്യേകിച്ചൊരു ഇത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ്, ആ കായൽ തന്നെയാണ് അവിടെയുള്ളത്. അപ്പൊ അത് കായൽ എന്ന് പറഞ്ഞാൽ ജലമല്ലേ, എന്താണ് നദികൾ തന്നെയല്ലേ. നദികൾ വന്നിട്ട് സമുദ്രത്തിലേക്ക് കയറാൻ നിൽക്കുന്നതിന്റെ തൊട്ട് മുമ്പേയുള്ള ഭാവമാണ് അത്. അങ്ങനെയല്ലേ? സംശയം. അതിന്റെ ഭാവാർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അവിടെ കായല് നദികളുടെ ഒരു സംഗമമാണല്ലോ കായല്. സമാധാനമാണ് ശരിക്കും. പലതും കൂടി ചേർന്ന് അതും അതിലേക്ക് അങ്ങോട്ട് ആഗിരണം ചെയ്യപ്പെടാനുള്ള ഒരു ഘട്ടമാണത്. ആഗിരണം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണത്.
കൂടുതൽ ദൂരമില്ല, അതിലേക്ക് എത്തി നിൽക്കുകയാണ്. അവിടെ സമുദ്രത്തിന്റെ മുഖത്ത് തന്നെ എത്തി നിൽക്കുകയാണ്. അർഹസത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? മന്ദഹാസത്തോടു കൂടി എന്നാണോ? നിർഹസത്ത്, നിശേഷേണ ഹസിക്കുന്ന നിർഹസത്ത്. നന്നായി നിശേഷമായ വിധത്തിൽ ഹസിച്ചുകൊണ്ടിരിക്കുക. യാതൊരു ഒരു വിലക്കുമില്ലാത്ത തുറന്ന ചിരിയാണ്. തുറന്ന ചിരിയോടുകൂടി ഇരിക്കുകയാണ്. അത് ചിരി പലയിടത്തും പലയിടത്തും ചിരി കള്ളച്ചിരിയാകും. ഇവിടെ പ്രത്യേകിച്ച് ശിവന്റെ പക്ഷത്തിൽ നോക്കുമ്പോ ദേവി ഇങ്ങനെ പാർവതി ദേവി ഇങ്ങനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഗംഗയെ പാർവതിയുടെ കണ്ണിൽ നിന്ന് ഒളിച്ചു വെക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് നമ്മള്. ഇവിടെ അങ്ങനെ ഒളിച്ചു വെക്കലൊന്നുമില്ല. അതിനെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പൂർണ്ണമായ നിറപുഞ്ചിരിയോടുകൂടി അതിനെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ യാതൊരു വിലക്കുകളുമില്ലാത്ത പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടി ഇരിക്കുന്ന ദേവൻ. രണ്ട് ദേവിമാരെയും ഈ പാർവതി ദേവിയെയും ഗംഗാദേവിയെയും, അങ്ങനെ പാർവതി ദേവിയെ ദേവിയാൽ കടാക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഗംഗാദേവിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ എന്തില്ല? അവിടെ ഒന്നുമില്ല. പൂർണ്ണമായും വിലക്കുകളില്ലാത്ത, അതിരുകളില്ലാത്ത ആ സ്നേഹപ്രകടനമാണ് അവിടെ ഉള്ളത്. ആനന്ദം, നിരതിശയമായ ആനന്ദമാണ്, അല്ലേ? നമ്മുടെ നെൽപ്പത്തൂര് പറയുന്ന സാന്ദ്രാനന്ദമാണ് അവിടെ യഥാർത്ഥത്തിലുള്ളത്. ഒരു വിലക്കുകളും ഇല്ല അതിന്. ദൃഗിന്ദിരവ് എന്നുള്ള വാക്കോ? ദൃഗിന്ദിരവ്, ദൃക്കുകളാകുന്ന ഇന്ദിന്ദിരങ്ങൾ എന്നാണ്. ഇന്ദിന്ദിരം എന്ന് പറഞ്ഞാല് വണ്ട്. ഇന്ദിന്ദിരം വണ്ട് കണ്ണാകുന്ന വണ്ട്. രണ്ടുണ്ട് അല്ലേ? ഞാൻ ഇന്ദിര എന്ന് പറഞ്ഞപ്പോ നക്ഷത്രങ്ങൾ എന്നുള്ള ഒരു വാക്ക് എനിക്ക് പോയി, ആ അർത്ഥത്തിലേക്ക് പോയി ഞാൻ. മറ്റ് ഏറ്റവും സനാതനധർമ്മ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, ഉള്ളറിഞ്ഞുകൊണ്ട്, അതിൻ്റെ സാരമായ വശത്തെ കണ്ടുകൊണ്ട് സാറ് നൽകുന്ന ഓരോ പ്രഭാഷണങ്ങളും എത്രമാത്രം ഉന്നത തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുന്നു. സാറിൻ്റെ പ്രഭാഷണം കേവലം സനാതനധർമ്മങ്ങളെപ്പറ്റി, ഈ ഭഗവത് ദർശനത്തെ പറ്റി മാത്രമുള്ളതല്ല. ഒരു ഭാഷാ അധ്യാപകൻ ചെയ്യുന്നത് പോലെ എത്രയെത്ര വാക്കുകളാണ് ഒരു ധാതുവിൽ നിന്ന് നമ്മൾ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇന്നത്തെ തന്നെ പ്രഭാഷണത്തിൽ നിന്ന് കണ്ടെത്തുകയാണെങ്കിൽ അകം, ഗമിക്കത്ത് അല്ല, നാഗം, ഗമം എന്നുള്ള അചലം, പർവ്വതം, അലമേലുമങ്ക, ഖഗം, ഖദ്യോതം എന്നിങ്ങനെ പ്രാണി, കരി, മന്ത്രിണിയുടെ കാര്യം പറഞ്ഞപ്പോൾ സാർ അത് ലുപ്തപ്രചാരമല്ല. ഒരു മന്ത്രിണി കൊച്ചമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ പാട്ട് കേട്ടിട്ടുള്ളതായിട്ട് ഓർക്കുന്നുണ്ട്. ഇന്നും അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ മന്ത്രിണി എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മളെ രണ്ടു തരത്തിൽ ഈ പ്രഭാഷണത്തിൽ നമുക്ക് വളരെ അസാധ്യകരമായിട്ട് ഓരോ പ്രഭാഷണങ്ങളും പോവുകയാണ്. നടന്നു നീങ്ങാനുള്ള വഴി വളരെ ദൂരമാണ്. 52 ശ്ലോകങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ അല്പം സാറുമായിട്ട് ആലോചിക്കട്ടെ, കൂടുതൽ വേഗത്തിൽ പോകണോ അതോ ഇങ്ങനെ ഓരോ ശ്ലോകങ്ങൾ കൊണ്ടുപോയാൽ മതിയോ എന്നുള്ളത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. രാമായണത്തിലെ ഈ കരി ആനയെ കുറിച്ച് ഈ നാഗമെന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് റെഗുലർ നമ്മുടെ അധ്യാത്മ രാമായണത്തിനകത്ത്. എന്നായിരുന്നു ഞാൻ മറന്നുപോയി ഇപ്പൊ എക്സാക്ട് ഭാഗം ഏതാണെന്ന് പറയാനായിട്ട്. നാഗേന്ദ്രനുണ്ട്. അത് തന്നെയാണ് നാഗേന്ദ്രമോക്ഷം എന്നൊക്കെ പറയുന്നിടത്തേ നാഗേന്ദ്രമോക്ഷം ആനയാണ്. നാഗേന്ദ്രഹസ്തം എന്ന് പറയുമ്പോ എന്താണ്? തുമ്പിക്കൈയായി, ആനയുടെ തുമ്പിക്കൈ. നാഗേന്ദ്രഹസ്തം ആനയുടെ തുമ്പിക്കൈയാണ്. നാഗേന്ദ്രഹാരായ ത്രിലോചനായ അവിടെ സർപ്പം. അതെ അതെ, അവിടെ സർപ്പമായി. അപ്പം നമുക്ക് അടുത്ത ആഴ്ചത്തെ പ്രഭാഷണത്തിന് വേണ്ടി കാത്തിരിക്കാം. അതിന് മുമ്പായിട്ട് നിർവ്വാണ ഷഡ്കത്തോടുകൂടി നമുക്ക് ഇന്നത്തെ പ്രഭാഷണം
കൺക്ലൂഡ് ചെയ്യാം. ഓം വിദ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ന ജ ശ്രോത്രജിഹ്വേ ന ജ ഘ്രാണനേത്രേ ന ജ വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസപ്നോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം വിദ്യാധിരാജായ നമഃ. ഓം ഗുരുഭ്യോ നമഃ.